ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ വിവേകചൂഡാമണിയിൽ 38 ശ്ലോകങ്ങളാണ് കഴിഞ്ഞത്. 39 പഠിക്കണം. തടയാൻ പ്രയാസമുള്ള സംസാര കാട്ടുതീയിൽ പെട്ട് വെന്തുകൊണ്ടിരിക്കുന്ന ആ കാട്ടുതീയെ ആളി കത്തിക്കുന്ന കാറ്റിൻ്റെ അടിയേറ്റ് ഭീതനായിരിക്കുന്ന, അങ്ങനെ നിന്നെ പരിപൂർണമായി സമാശ്രയിച്ചിരിക്കുന്ന എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമേ. നീ അല്ലാതെ മറ്റൊരു ശരണ്യമില്ല. എനിക്കറിയില്ല, ഇല്ല എന്ന് പറയണില്ല, മറ്റൊരു ശരണ്യം എനിക്കറിയില്ല. എന്ന് പറഞ്ഞിട്ട് മഹാപുരുഷന്മാർ, ശാന്തന്മാരായ മഹാന്മാരായ സത്പുരുഷന്മാർ വസന്തം പോലെ ലോകനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, സ്വയം ഭീഷണമായ ഭവസമുദ്രത്തെ താണ്ടിയവർ, അഹൈതുകമായ കൃപ കൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കുന്നവർ ഈ ലോകത്തിലുണ്ട് എന്ന് പറഞ്ഞു. അതാണ് 37-ാം ശ്ലോകം. അപ്പോൾ അവിടെ ചോദ്യം, സ്വയം ഈ സംസാര ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർ എന്തിനു വേണ്ടി മറ്റുള്ളവരെ രക്ഷിക്കണം? അവിടെ മറുപടി പറഞ്ഞു, അത് മഹാത്മാക്കളുടെ സ്വഭാവമാണ്. എന്തിനെന്ന ചോദ്യത്തിന് ഉത്തരവില്ല. അയം സ്വഭാവ സ്വതയേവ യത് പരശ്രമാപനോദ പ്രവണം മഹാത്മന എന്ന്. മറ്റുള്ളവരുടെ ക്ലേശങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് മഹാത്മാക്കളുടെ സ്വഭാവമാണ്. അവിടെ ഒരു ദൃഷ്ടാന്തം പറഞ്ഞു. സുധാംശുരേഷ സ്വയമർക്കകർക്കശപ്രഭാഭിതപ്താം ക്ഷിതിം അവതീക്കില്ല. സൂര്യൻ്റെ ഉഗ്രമായ ചൂടേറ്റ് വെന്തുരുകുന്ന ഈ ഭൂമിയെ ചന്ദ്രൻ തൻ്റെ അമൃത കിരണങ്ങളെ കൊണ്ട് തണുപ്പിക്കുന്നുവല്ലോ. ചന്ദ്രനൊരു പ്രയോജനം ഉണ്ടായിട്ടല്ല. അതുപോലെ ലോകക്ലേശം ഇല്ലാതാക്കാൻ യത്നിക്കുക എന്നുള്ളത് മഹാത്മാക്കളുടെ സ്വഭാവമാണ്. ഇതാണ് പറഞ്ഞത്. തുടർന്നാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടുന്ന 39-ാമത്തെ ശ്ലോകം. ബ്രഹ്മാനന്ദരസാനുഭൂതി കലിതൈഃ പൂതൈഃ സുശീതൈര്യുദൈഃ യുഷ്മത് വാക്കലശോജ്ജിതൈഃ ശ്രുതിസുഖൈഃ വാക്യാമൃതൈഃ സേചയ സന്തപ്തം ഭവതാപദാവദഹനജ്വാലാഭിരേനം പ്രഭോ
ധന്യാസ്തേ ഭവതി ക്ഷണക്ഷണഗതേ പാത്രീകൃതാ സ്വീകൃതാ. നോക്കൂ, ബ്രഹ്മാനന്ദരസാനുഭൂതികലിതൈഃ പൂതൈഃ സുശീതൈർയുതൈഃ യുഷ്മദ്വാക്കലശോജ്ജിതൈഃ ശ്രുതിസുഖൈഃ വാക്യാമൃതൈഃ സേചയാ. സന്തപ്തം ഭവതാപദാവദഹനജ്വാലാഭിരേനം പ്രഭോ ധന്യാസ്തേ ഭവതി ക്ഷണക്ഷണഗതേ പാത്രീകൃതാ സ്വീകൃതാ. പ്രാർത്ഥിക്കുകയാണ്. ബ്രഹ്മാനന്ദരസാനുഭൂതികലിതൈഃ പൂതൈഃ സുശീതൈഃ യുഷ്മത് വാക്കലശോജ്ജിതൈഃ ശ്രുതിസുഖൈഃ വാക്യാമൃതൈഃ സേചയാ. ഇവിടെ പ്രാർത്ഥിക്കുന്നത് സേചയ എന്നാണ്. സേചയ എന്ന് പറഞ്ഞാൽ നനച്ചാലും. ഷിച്ച് ഈ വെള്ളമൊഴിക്കുന്നതിന് പറയുന്ന പേരാണ്. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാത്. ജലസേചനം എന്നൊക്കെ പറയാറുണ്ട്. ജലസേചന വകുപ്പ് ഇല്ലേ, സേചനം ഇതിന് വരുന്നതാണ്. സേചയ എന്നുള്ളത് നീ വെള്ളമൊഴിച്ചാലും എന്നാണ്. ഇതാണ് പ്രാർത്ഥിക്കുന്നത്. എന്ത് വെള്ളമൊഴിക്കണം, ആർക്ക്, എങ്ങനെയുള്ള, എന്തിന്, അനേക ചോദ്യങ്ങൾ. അപ്പം പറയുകയാണ് ബ്രഹ്മാനന്ദരസാനുഭൂതികലിതൈഃ പൂതൈഃ സുശീതൈഃ യുഷ്മദ്വാക്കലശോജ്ജിതൈഃ ശ്രുതിസുഖൈഃ വാക്യാമൃതൈഃ സേചയ. വാക്യാമൃതൈഃ സേചയ. നിൻ്റെ വാക്യങ്ങളാകുന്ന അമൃതങ്ങളെ കൊണ്ട് നനച്ചാലും. ഇതാണ് പ്രാർത്ഥന. അപ്പോൾ ആദ്യം പറഞ്ഞു അവിടുത്തെ ക്രിയാപദം സേചയ, നനച്ചാലും എന്നാണ്. എന്തിനാൽ നനച്ചാലും? വാക്യാമൃതൈഃ സേചയ. വാക്യങ്ങളാകുന്ന അമൃതങ്ങളെ കൊണ്ട് നനച്ചാലും. എങ്ങനെയുള്ള? ബ്രഹ്മാനന്ദരസാനുഭൂതികലിതൈഃ വാക്യാമൃതൈഃ. ബ്രഹ്മാനന്ദരസാനുഭൂതികലിതൈഃ വാക്യൈഃ സേചയ. ബ്രഹ്മാനന്ദരസാനുഭൂതിയാൽ ചെയ്യപ്പെടുന്ന വാക്യാമൃതൈഃ സേചയ. അല്ലാത്ത പ്രയോഗം അത്. അപ്പോൾ അവിടെ ഗുരുനാഥൻ ബ്രഹ്മാനന്ദരസത്തിൽ കഴിയുന്നവനാണ്. ആനന്ദരസത്തിൽ കഴിയുന്നവനാണ്. എന്താനന്ദരസം? ബ്രഹ്മാനന്ദരസം. അങ്ങനെ ബ്രഹ്മാനന്ദരസത്തിൽ കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഭാവം, അതിനാൽ ചെയ്യപ്പെടുന്നതാണ് ബ്രഹ്മാനന്ദരസാനുഭൂതിയാൽ കലിതമാകുന്നത്. കലിതം ഉണ്ടാക്കപ്പെടുന്ന, ചെയ്യപ്പെടുന്ന. കലിതം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കപ്പെടുന്ന, ചെയ്യപ്പെടുന്ന എന്നൊക്കെ അർത്ഥം. അപ്പോൾ എന്തിനാൽ ചെയ്യപ്പെടുന്ന? ബ്രഹ്മാനന്ദരസാനുഭൂതിയാൽ ചെയ്യപ്പെടുന്ന. ബ്രഹ്മാനന്ദരസാനുഭൂതിയിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാവുന്ന വാക്യാമൃതൈഃ. വാക്യാമൃതങ്ങളെ കൊണ്ട് നനച്ചാലും. ആരെ? എന്നെ. പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയുള്ള വാക്യാമൃതങ്ങൾ? പൂതൈഃ, പരിശുദ്ധങ്ങളായ വാക്യാമൃതങ്ങളെ കൊണ്ട് എന്നെ നനച്ചാലും. പൂതൈഃ വാക്യാമൃതൈഃ സിഞ്ചയ സേചയ. എങ്ങനെയുള്ള? സുശീതൈഃ, നല്ല തണുപ്പുള്ള. അതെന്തിനാ തണുക്കുന്നേ? അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ തീ പൊള്ളിയിട്ട് ചുട്ടുപൊള്ളിയിരിക്കുക. അജ്ഞാനജനിതമായ സംസാര കാട്ടുതീയിൽപ്പെട്ടിരിക്കുക. അപ്പോൾ കാട്ടുതീയിൽപ്പെട്ടിരിക്കുന്ന എന്നെ നനഞ്ഞ നല്ല തണുപ്പുള്ള വെള്ളം കൊണ്ട്
തെളിക്കണമേ. അവിടെ വെള്ളമായിട്ട് കൽപ്പിച്ചത് അമൃതത്തെ. ഏതമൃതത്തെ? വാക്യാമൃതത്തെ. എങ്ങനെയുള്ള വാക്യാമൃതത്തെ? ബ്രഹ്മാനന്തരസാനുഭൂതിയാൽ ഉണ്ടാക്കപ്പെടുന്ന വാക്യാമൃതത്തെ. ശ്രദ്ധിക്കുക. സുശീതൈഹി യുതൈഹി. യുതം എന്ന് പറഞ്ഞാൽ ചേർന്നത്, അങ്ങേയറ്റം തണുപ്പോടുകൂടിയ. യുതൈഹി എന്നുള്ളത് എന്തിനോടും ചേർക്കാം. പൂതൈഹി യുതൈഹി, പരിശുദ്ധങ്ങളായവയോട് ചേർന്ന. ബ്രഹ്മാനന്തര സാനുഭൂതി കലിതൈഹി യുതൈഹി, ബ്രഹ്മാനന്തര സാനുഭൂതിയാൽ ചെയ്യപ്പെടുന്നതുമായി ചേർന്ന് തണുത്ത പരിശുദ്ധമായ വെള്ളം കൊണ്ട് തെളിച്ചാലും. അപ്പോൾ വെള്ളം തെളിക്കണമെങ്കിൽ എന്തെങ്കിലും പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് തെളിക്കണം, അല്ലാതെ വയ്യ. അതെന്താ പാത്രം? യുഷ്മദ്വാക്കലശോജ്ജിതൈഹി, ഭവാന്റെ നിന്റെ വാക്കുകളാകുന്ന കലശങ്ങളാൽ ഉജ്ജിതങ്ങളായ, ഒഴിക്കപ്പെടുന്ന. അപ്പോൾ ഗുരുനാഥൻ്റെ വാക്കുകളാകുന്ന കലശങ്ങളിൽ കൊണ്ടുവരിക. കലശത്തിൽ വേണം വെള്ളം കൊണ്ടുവരിക. ഇപ്പോൾ ഒരാളുടെ കുറച്ച് വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് വെള്ളം കൊണ്ടുവരാൻ പറ്റുമോ? എന്തെങ്കിലും പാത്രത്തിൽ വേണ്ടേ വെള്ളം കൊണ്ടുവരിക? ഒരു ടംബ്ലറിൽ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ വേണം. എന്നിട്ട് പാത്രം കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ, വെള്ളം കൊണ്ടുവരാനല്ലേ പറഞ്ഞത്. അത് പറ്റില്ല. വെള്ളം കൊണ്ടുവരണമെങ്കിൽ അതിന് പാത്രത്തിൽ കൊണ്ടുവരണം. അതുപോലെ ഈ വാക്യാമൃതങ്ങളെ എത്തിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് കലശം വേണം, പാത്രം വേണം. ഏതായി കലശം? യുഷ്മത് വാക്കലശോജ്ജിതൈഹി, യുഷ്മത് വാക്കലശങ്ങളാണ്. നിന്റെ വാക്കുകളാകുന്ന കലശങ്ങളാണ്. നിന്റെ വാക്കുകളാകുന്ന കലശങ്ങൾ. ഈ കലശങ്ങളിൽ വെള്ളം കൊണ്ടുവന്നിട്ട് വേണം ഒഴിക്കുക. യുഷ്മത് വാക്കലശോജ്ജിതൈഹി. എങ്ങനെയുള്ള വാക്കുകളാ? ശ്രുതിസുഖൈഹി, വളരെ ആനന്ദമുണ്ടാക്കുന്ന വാക്കുകൾ. ശ്രുതിസുഖൈഹി, കേൾക്കാൻ സുഖമുള്ള വാക്കുകൾ. പരമമായ സുഖത്തെ നൽകുന്നതാണ് ഗുരുനാഥൻ്റെ ഉപദേശങ്ങൾ. അങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് സേചയാം. അപ്പോൾ ഇവിടെ വാക്യാമൃതം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതാണ്. വാക്യത്തെ ഇവിടെ അമൃതമായി കൽപ്പിച്ചു. മരണധർമ്മത്തിന് ഉപരി നമ്മളെ എത്തിക്കുന്നതാണ് അമൃതം. ശരീരത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന കാലത്തോളം മരണം സുനിശ്ചിതം. ഈ മരിക്കുന്ന ശരീരമല്ല ഞാൻ എന്ന ബോധത്തിൽ മരണമില്ല. ആ ബോധത്തെ പ്രദാനം ചെയ്യുന്ന ഉപദേശം, അതാണ് വാക്യാമൃതം. അങ്ങനെയുള്ള അമൃതസമാനമായ വാക്യങ്ങളെ കൊണ്ട് നീ നനച്ചാലും ഒഴിച്ചാലും. ആരുടെ മേല ഒഴിക്കേണ്ടത്? സന്തപ്തനായിരിക്കുന്ന ഭവതാപദാവദഹനജ്വാലാഭിഹി സന്തപ്തം. ഭവം സംസാരം, ഭവതാപദാവ, ഭവദാവതാപ അല്ലേ? ഭവതാപദാവ, സംസാരമാകുന്ന ചൂടുള്ള ദാവദഹന, കാട്ടുതീ. ദാവദഹനൻ കാട്ടുതീ. അത്യന്തം ചുട്ടുപൊള്ളിക്കുന്ന ഈ സംസാര കാട്ടുതീയാൽ സന്തപ്തനായിരിക്കുകയാണ് ഞാൻ, ചുട്ടുപൊള്ളിയിരിക്കുക. ഈ സംസാര കാട്ടുതീയിനാൽ ചുട്ടുപൊള്ളിയിരിക്കുന്ന എന്നെ പ്രഭോ, അല്ലയോ പ്രഭോ, സേചയ, ഒഴിച്ചാലും. ഇങ്ങനെയുള്ള അമൃതജലത്തെ കൊണ്ട് എൻ്റെ പുറത്തേക്ക് ഒഴിച്ചാലും. ഇതാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഒരു കാവ്യശൈലിയിൽ പറഞ്ഞതേ ഉള്ളൂ, ലളിതമായി പറഞ്ഞ അത്രയേ ഉള്ളൂ. അവിടുത്തെ അമൃതസമാനങ്ങളായ ഉപദേശങ്ങൾ എനിക്ക് നൽകിയാലും, അത്രയേ ഉള്ളൂ. അവിടുത്തെ അമൃതസമാനമായ ഉപദേശം ശ്രവിച്ചാൽ ഈ സംസാരക്കാട്ടുതീയിനാൽ പൊള്ളിയിരിക്കുന്ന എനിക്ക് സമാധാനവും, അത്രയേ ഉള്ളൂ.
ധന്യാസ്തേ ഭവതി ക്ഷണക്ഷണഗതേഃ പാത്രീകൃതാഃ സ്വീകൃതാഃ. ഭവതി ക്ഷണക്ഷണഗതേഃ, ഒരു ക്ഷണഗതിയിലുള്ള ഭവതീക്ഷണത്തിന്, നിൻ്റെ നോട്ടത്തിന് പാത്രീഭൂതരായാൽ അവർ ധന്യന്മാരാകുന്നു. ഭവതീക്ഷണം, ഭവാന്റെ ഈക്ഷണം, ഈക്ഷണം നോട്ടം. അപ്പം ഭവാന്റെ നോട്ടത്തിന് പാത്രീഭൂതരായാൽ, എങ്ങനെയുള്ള നോട്ടത്തിന്? ഒരുപാട് നേരം തുറച്ചു നോക്കുകയൊന്നും വേണ്ട. ക്ഷണഗതേഹേ, ഒരു ക്ഷണം മിന്നിമറിയുന്ന അവിടുത്തെ നോട്ടത്തിന് പാത്രീഭൂതനായാൽ ധന്യാസ്തേ, അവർ ധന്യന്മാരാകുന്നു. ഗുരുനാഥൻ്റെ ഒരു കടക്കൺ നോട്ടം കിട്ടിയാൽ തന്നെ അവർ ധന്യരാകുന്നു. പാത്രീകൃതാഹ, പാത്രീകൃതന്മാർ, പാത്രമാക്കപ്പെട്ടവർ, അവിടുത്തെ നോട്ടത്തിന് പാത്രമാക്കപ്പെട്ടവർ. സ്വീകൃതാഹ, അങ്ങയാൽ സ്വീകരിക്കപ്പെട്ടവർ ധന്യന്മാരാകുന്നു. അതുകൊണ്ട് ആ ധന്യതയിലേക്ക് എന്നെ എത്തിക്കണമേ. പോരാ, അവിടുത്തെ അമൃത സമാനങ്ങളായ വാക്കുകളെ കൊണ്ട് ഈ ചുട്ടുപൊള്ളിയിരിക്കുന്ന എന്നെ സേചനം ചെയ്താലും വാക്യാമൃതങ്ങളെ കൊണ്ട്. നോക്കൂ, എന്തൊരു മനോഹരമായ ഭാഷയാ നോക്കൂ. കവിത്വത്തിൻ്റെ, കാൽപ്പനികതയുടെ. അത് ആസ്വദിക്കാനുള്ളൊരു കഴിവ് കൂടി നമുക്ക് വേണം. വെറും വേദാന്തം മാത്രം പോരാ. വേദാന്തം മാത്രമുള്ള ആൾക്കിപ്പോൾ അതൊന്നും ആവശ്യമില്ല. അപ്പോൾ നാൾ നല്ല അതിമനോഹരമായിട്ടൊരു ഒരു ഗായിക പാട്ടുപാടുകയാണ്. അപ്പോൾ നമ്മൾ വലിയ സങ്കടം തോന്നിപ്പോയത് എന്താ വെച്ചാൽ, അവരൊക്കെ രസികന്മാരെന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അതിലൊരു രസികൻ പറയുകയാണ്, ഇതിപ്പോൾ അരമണിക്കൂർ പറയണത് ഒരു 20 മിനിറ്റ് കൊണ്ട് പറയണത് ഒരു അരമിനിറ്റ് കൊണ്ട് നമുക്ക് പറയാനല്ലേ ഉള്ളൂ എന്ന്. ശരിയല്ലേ? ഒരു അരമിനിറ്റ് കൊണ്ട് പറയേണ്ടതാണ് ഒരു 20 മിനിറ്റ് പിടിച്ചെടുത്ത് പാടണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു സങ്കടമെന്ന് ആലോചിച്ച് നോക്കൂ. അരസികന്മാരുമായിട്ട് കൂട്ടുകൂടാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കണ വെറുതെ അല്ല. ഭഗവാൻ എനിക്ക് വിഷം തന്നോളൂ, ഭഗവാൻ എന്നെ വെട്ടിക്കൊന്നോളൂ, പക്ഷെ അരസികന്മാരുമായി കൂട്ടുകൂടാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂന്നേ. ഇതിപ്പോൾ ഒരു അര മിനിറ്റ് പറയാനേ ഉള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും പാട്ട് അന്ന് പാടിയ പാട്ടിപ്പോൾ ഓർമ്മയില്ല, എന്തായാലും നോക്കിക്കോളൂ. ഇപ്പോൾ വാതാപി ഗണപതി ഭജ എന്ന് പറയാമെന്ന് വിചാരിച്ചോളൂ. അതൊരു 12 പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് സമയം എത്രയായി? 12 പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് ആരോഹണക്രമത്തിൽ അങ്ങനെ പോകുമ്പോഴത്തേക്ക് ചുരുങ്ങിയതൊരു 6 മിനിറ്റെങ്കിലും ആവും. ഇതിപ്പോൾ അര മിനിറ്റും വേണ്ട. വാതാപി ഗണപതി ഭജ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ആ പറയണേനാണോ അപ്പോൾ എത്ര നീട്ടി പരത്തി പറയണമെന്ന് ചോദിച്ചപ്പോൾ എന്താ ചെയ്യുക? അരസികന്മാരുടെ മുമ്പിൽ കവിത അവതരിപ്പിക്കാനുള്ള ഗതികേടുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അരസികന്മാരുടെ മുമ്പിൽ പാട്ട് പാടാൻ ഇടവരരുതേ, അരസികന്മാരുടെ മുമ്പിൽ നൃത്തം ചെയ്യാൻ ഇടവരരുതേ. അതൊക്കെ പ്രാർത്ഥനയാണ്. ഇതിപ്പോൾ എത്ര പറഞ്ഞാൽ പോരെ? എന്ത് അല്ലയോ ഗുരുനാഥ, അവിടുത്തെ ഉപദേശങ്ങൾ തന്നാലും ഈ സംസാരത്തിൽ രക്ഷപ്പെടുത്തിയാലും നിൻ്റെ ഒരു നോട്ടം കിട്ടിയാൽ തന്നെ ഭാഗ്യമായി, ഇത്രയേ പറയണ്ടൂ. അതിനാണിപ്പോൾ കവിത്വത്തിൻ്റെ ഒരു ഉച്ചതമമായ ഭാവത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നോക്കൂ. ബ്രഹ്മാനന്ദരസാനുഭൂതി കലിതൈഃ പൂതൈ സുശീതൈർയുതൈഃ യുഷ്മദ്വാക്കലശോജ്ജിതൈ ശ്രുതിസുഖൈഃ വാക്യാമൃതൈ സേചയ സന്തപ്തം ഭവതാപദാവദഹനജ്വാലാഭിരേനം പ്രഭോ ധന്യാസ്തേ ഭവതി ക്ഷണക്ഷണഗതേഃ പാത്രീകൃതാ സ്വീകൃതാഃ. ഭവതി ക്ഷണക്ഷണഗതേഃ പാത്രീകൃതാഃ സ്വീകൃതാഃ യേ തേ ധന്യാഃ.
യാവരാണോ നിൻ്റെ ഒരു കടക്കണ്ണോട്ടത്തിന് വളരെ വേഗതയിൽ മിന്നിമറിയുന്നൊരു നോട്ടത്തിന് പാത്രീഭൂതരാകുന്നത്, സ്വീകരിക്കപ്പെടുന്നത്, അവർ ധന്യന്മാരാണ്. അതുകൊണ്ട് ബ്രഹ്മാനന്ദ രസാനുഭൂതിയിൽ നിന്ന് നിർഗമിക്കുന്നതും പരിശുദ്ധങ്ങളും, എന്തുകൊണ്ട് പരിശുദ്ധങ്ങൾ? പരമമായ മുക്തിയിലേക്ക് നമ്മളെ നയിക്കുന്നതായതുകൊണ്ട് പരിശുദ്ധങ്ങളും, സുശീതൈഹി തണുത്തതും. ഈ ചുട്ടുപൊള്ളിയാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് തണുത്തതിനെ പ്രാർത്ഥിച്ചത്. ശ്രവണമാത്രത്താൽ സംസാരതാപത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നത് കൊണ്ട് തണുത്തത്. സുശീതൈഹി യുഷ്മദ്വാക്കലശോജ്ജിതൈഹി, നിൻ്റെ വാക്കാകുന്ന കലശത്താൽ ഒഴിക്കപ്പെടുന്ന വാക്യാമൃതൈഹി. എങ്ങനെയുള്ള വാക്യാമൃതൈഹി? ശ്രുതിസുഖൈഹി വാക്യാമൃതൈഹി, ശ്രുതിസുഖങ്ങളായ വാക്യാമൃതങ്ങളെ കൊണ്ട് ഭവതാപദാവദഹനജ്വാലാഭിഹി സന്തപ്തം, സംസാര താപമാകുന്ന കാട്ടുതീയിനാൽ ജ്വലിപ്പിക്കപ്പെട്ട ബന്ധുരുകുന്ന എന്നെ ഒന്ന് സേചനം ചെയ്താലും. ഇതാണ് പ്രാർത്ഥിക്കണം. ഇതാണ് ഗുരുനാഥനോടുള്ള പ്രാർത്ഥന. എന്നിട്ട് ഇത്രയും സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് ചോദ്യം ചോദിക്കുകയാണ്. നോക്കൂ, കഥം തരേയം ഭവസിന്ധുമേതം കാവാഗതിർമേ കഥമോസ്ത്യുപായഃ ജ്ഞാനേന കിഞ്ചിത് കൃപയാവ മാം പ്രഭോ. ഇവിടെ തെറ്റുണ്ട്. ജാനേനാവും ഈ പുസ്തകത്തിൽ. ഈ പുസ്തകാരെടുത്തെങ്കിലും ഉണ്ടെങ്കിൽ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളുടേത്. അതിൽ ഒന്നാമത്തത് സിന്ധു എന്ന് എഴുതിയത് സിന്ധു മാറ്റി സിന്ധു ആക്കണം. സിന്ധു എന്നുള്ളത് മാറ്റി സിന്ധു എന്നാക്കണം. ജ്ഞാനേ എന്നുള്ളത് മാറ്റി ജാനേ എന്നാക്കണം. ജ്ഞാനേന കിഞ്ചിത് കൃപയാവ മാം പ്രഭോ സംസാര ദുഃഖ ക്ഷതിമാതനുഷ്വ. അവിടെ ആ തനുഷ്വാന്നുണ്ട്, ആ ദീർഘം വെട്ടണം. ആ തനുഷ്വ. കഥം തരേയം ഏതം ഭവസിന്ധും, ഇതാണ് ചോദ്യം. ഏതം ഭവസിന്ധും, ഈ ഭവസമുദ്രത്തെ, ഈ സംസാര സമുദ്രത്തെ കഥം തരേയം, ഞാൻ എങ്ങനെ തരണം ചെയ്യും, ഇതാണ് ചോദ്യം. അപ്പം തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ സംസാരത്തെ കാട്ടുതീയായിട്ടാണ് ഉപമിച്ചത്. ഇവിടെ നേരെ തിരിച്ച് സമുദ്രമായിട്ട് ഉപമിക്കുകയാണ്. സമുദ്രം അഗാധമാണ്, അപാരമാണ്. നിരന്തരമാഞ്ഞു വീശുന്ന തിരമാലകളോടുകൂടിയ അതിഭീഷണങ്ങളായ ജലജന്തുക്കളോടുകൂടിയ എത്ര അഗാധമാണ്. ഈ സാമ്യങ്ങളെ മുൻനിർത്തിയിട്ട് സംസാരത്തെ സമുദ്രമായിട്ട് ഉപമിച്ചു. അപ്പോൾ കഥം തരേയം ഭവസിന്ധും ഏതം ഭവസിന്ധും, ഈ ഭവസമുദ്രത്തെ കഥം തരേയം, ഞാൻ എങ്ങനെ തരണം ചെയ്യും. തരേയം എന്ന് പറഞ്ഞാൽ ഞാൻ തരണം ചെയ്യും. കഥം എങ്ങനെ. കാവാഗതിർമേ, എനിക്ക് എന്താ ഗതിയുള്ളത്, എന്താ എനിക്കൊരു ഗതിയുള്ളത് ഇതിനെ തരണം ചെയ്യാൻ. മറ്റു ഗതികളൊന്നും, എനിക്കറിയുന്ന ഗതികളൊന്നും ഇതിനെ തരണം ചെയ്യാൻ ശക്തങ്ങളല്ല, സമർത്ഥങ്ങളല്ല. എനിക്ക് കുറേ ഗതി അറിയാം, അതൊന്നും ഈ സംസാരത്തെ തരണം ചെയ്യാൻ സഹായിക്കില്ല. അതാണ് കാവാഗതിർമേ കതമഹ അസ്തി ഉപായ. എന്തുപായമുണ്ട്? കതമഹ അസ്തി ഉപായ. കിം ശബ്ദത്തിൻ്റെ കൂടെ തമപ്രത്യയം വരുമ്പോഴാണ് കതമ എന്നുള്ള രൂപം വരുന്നത്.
എന്ത്? അപ്പം അനേകം ഉപായങ്ങളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായതിനെ ചോദിക്കാനാണ് കതമഹ എന്ന് ചോദിച്ചത്. രണ്ടുപായങ്ങളിൽ ഒന്നിനെ ചോദിക്കാനാണെങ്കിൽ കതരഹ എന്നാണ് ചോദിക്കേണ്ടത്. ഏറ്റവും ശ്രേഷ്ഠമായ ഉപായം എന്താണ് ഇതിനെ തരണം ചെയ്യാൻ? ജാനേന കിഞ്ചിത്, എനിക്കൊന്നും അറിയില്ല. അപ്പം അറിയുന്നത് ഗുരുനാഥനോട് ചോദിച്ചിട്ട് വേണ്ടല്ലോ, ഇല്ലേ? അറിയുന്നത് വേറൊരാളോട് ചോദിക്കുക, അയാൾ പഠിച്ചോന്ന് ഒക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അറിയുന്നത് ചോദിക്കുക, അറിയാത്തതാണല്ലോ ചോദിക്കേണ്ടത്. അല്ല, അങ്ങനെയല്ലേ? എന്താ? അതുകൊണ്ട് പറയുകയാണ് ജാനേന കിഞ്ചിത്, ഒന്നും അറിയില്ല, എനിക്കിതൊന്നും അറിയില്ല. എന്തറിയില്ല? ഒന്ന്, കഥം തരേയം ഭവസിന്ധുമേതം, ഈ ഭവസമുദ്രത്തെ ഞാൻ എങ്ങനെ തരണം ചെയ്യും? രണ്ട്, കാവാഗതിഹി, എന്താ ഗതിയുള്ളത്? മൂന്ന്, കഥമോസ്ത്യുപായ, എന്താണ് ഉപായം ഇതിനെ തരണം ചെയ്യാൻ? ജാനേന കിഞ്ചിത്, ഒന്നും അറിയില്ല. കൃപയാവ മാം പ്രഭോ, ഇത്രയേ അറിയുള്ളൂ. ഹേ പ്രഭോ, അല്ലയോ പ്രഭോ, കൃപയാ, കൃപ ചെയ്തിട്ട്, മാം, എന്നെ, അവ, നീ രക്ഷിച്ചാലും. അവ രക്ഷണേന്നാ ധാതു. നിന്നെ രക്ഷിക്കാൻ എനിക്കെന്താ ബാധ്യത? കൃപയാ, കൃപ കൊണ്ട്, ഒരു ബാധ്യത ഉണ്ടായിട്ടല്ല, കേവല കൃപ കൊണ്ട്. അത് നേരത്തെയും പറഞ്ഞു. വസന്തവല്ലോകഹിതം ചരന്തഃ അഹേതുനാന്യാനപി താരയന്തഃ എന്നൊക്കെ നേരത്തെ പറഞ്ഞു. ഒരു കാരണമില്ലാതെ കേവല കൃപ കൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കുന്നവനാണ് ഗുരുനാഥൻ എന്ന് പറഞ്ഞു. അതാണ് കൃപയാ മാം അവ, കൃപയാൽ എന്നെ രക്ഷിച്ചാലും. ഹേ പ്രഭോ, സംസാര ദുഃഖക്ഷതിം ആതനുഷ്വ, സംസാര ദുഃഖത്തിൻ്റെ ഇല്ലായ്മയെ ചെയ്താലും. സംസാര ദുഃഖക്ഷതിയെ ചെയ്താലും, ആ തനുഷ്വ എന്ന് പറഞ്ഞാൽ ചെയ്താലും, സംസാര ദുഃഖത്തിൻ്റെ ക്ഷതിയെ ചെയ്താലും, ക്ഷതി ഇല്ലായ്മ, നാശം. ഇപ്പോൾ സംസാര ദുഃഖങ്ങളെ മുഴുവൻ നശിപ്പിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ, കഥം തരേയം ഭവസിന്ധുമേതം കാവാഗതിർമേ കഥമോസ്ത്യുപായഃ ജ്ഞാനേന കിഞ്ചിത് കൃപയാവ മാം പ്രഭോ സംസാര ദുഃഖ ക്ഷതിമാതനുഷ്വ. വ്യക്തമല്ലേ? ഇല്ലേ? ഇവിടെ ഒന്നും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഉപദേശം വരുമ്പോൾ നമുക്ക് വ്യാഖ്യാനിക്കാം. തഥാ വദന്തം ശരണാഗതം സ്വം സംസാരദാവാനലതാപതപ്തം നിരീക്ഷ്യ കാരുണ്യരസാർദ്രദൃഷ്ട്യാ ദദ്യാദഭീതിം സഹസാ മഹാത്മാ. ഇവിടെ ഗുരുശിഷ്യ സംവാദത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട്, ഇതൊരു ഗുരുശിഷ്യ സംവാദ രൂപത്തിലാണ് പൊതുവരെ പോയത്, അതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് ആചാര്യസ്വാമികൾ തന്നെ, ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ, ശങ്കരാചാര്യസ്വാമികൾ തന്നെ പറയുകയാണ് ഈ വരി. തഥാവദന്തം ശരണാഗതം സംസാരദാവാനല താപതപ്തം കാരുണ്യരസാർദ്രദൃഷ്ട്യാ നിരീക്ഷ്യ മഹാത്മാ സഹസ ഏവ അഭീതിം ദദ്യാത്. ദദ്യാത് നൽകിയാലും കൊടുത്താലും, ദദ്യാത് അതൊരു ഒരു ഒരു നിർദ്ദേശമാണ്, ഒരു പ്രാർത്ഥനയാണ്. എങ്ങനെ മനസ്സിലെടുക്കാം? ദദ്യാത് ഒരാശിസ്സാണ്. ഇങ്ങനെ ചെയ്യുമാറാകട്ടെ എന്നൊരാശിസ്.
എങ്ങനെ ചെയ്യുമാറാകണം? മഹാത്മാ അഭീതിം ദദ്യാത്. മഹാത്മാവ് അഭയത്തെ നൽകിയാലും എപ്പോ? സഹസാ, പെട്ടെന്ന് തന്നെ. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ ദുഃഖിച്ചിട്ടാണ് ഈ സംസാരക്ലേശങ്ങളിൽ രക്ഷപ്പെടാനുള്ള അത്യാഗ്രഹത്തോടു കൂടി അങ്ങേയറ്റം വെന്തുരുകി പ്രാർത്ഥിച്ച് വന്നവനാ. അപ്പം അവനോട് നീ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ എന്ന് പറയാൻ പറ്റുമോ? എന്താ, അവൻ പൊള്ളിയിട്ടാണ് വന്നത്. ഈ സംസാരക്ലേശങ്ങളെ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് വന്നതാ. അപ്പോൾ നീ ഒരാഴ്ച കഴിഞ്ഞ് വരൂ എന്നിട്ട് നോക്കാം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സഹസാ, പെട്ടെന്ന് തന്നെ. ചിലപ്പോൾ ഗുരുനാഥന്മാർ ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു കൊല്ലമല്ല, അതിനപ്പുറം പറഞ്ഞു എന്ന് വരും. അത് ഓരോ ശിഷ്യൻ്റെയും ആന്തരികമായ കരുത്തിനെ വളർത്താനും മറ്റും. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ് ഒരു മഹാത്മാവ് പറഞ്ഞൊരു സംഭവമാണ്. അല്ലാതെ വളരെ അത് ഉള്ളിൽ തട്ടിയൊരു സംഭവമാണ്. നമ്മൾ വളരെ ബഹുമാനിക്കുന്ന പൂജിക്കുന്നൊരു സന്യാസി ശ്രേഷ്ഠനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നമസ്കരിച്ച് ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുക, നാട്ടുവർത്താനമൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് ഒരു യുവാവ് വന്നു. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-40 വർഷം മുമ്പുള്ള കഥയാണ്. ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. എന്നിട്ട് പ്രാർത്ഥിച്ചു, എന്നെ ഇവിടുത്തെ ബ്രഹ്മചാരിയായിട്ട് ചേർക്കണം, എനിക്ക് സന്യസിക്കണം, എന്നെ സന്യാസിയായിട്ട് സ്വീകരിക്കണം, ശിഷ്യനായിട്ട് സ്വീകരിക്കണം. അപ്പം നീ ഇപ്പം എന്താ ചെയ്യണത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ MBBS-ന് 2ാമത്തെ വർഷം പഠിക്കുകയാണ്. വേഗം കോഴ്സ് പൂർത്തിയാക്കുന്നു. ഒരു മിനിറ്റ് ഇവിടെ നിൽക്കാൻ പാടില്ല, ഇപ്പോൾ പോകണം, മാക്സിമം മാർക്ക് മേടിച്ചോളണം, എന്നിട്ട് വാ. അപ്പം അതുവരെ ഇവനങ്ങനെ ഉരുണ്ട് പഠിക്കുകയാണ്. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞിട്ട് മാക്സിമം മാർക്ക് മേടിച്ചോളണം എന്നാണ്. അങ്ങനെ ഒരു 88-90% മാർക്കോട് കൂടി അവൻ തിരിച്ചു വന്നു 4 കൊല്ലം കഴിഞ്ഞപ്പോൾ. നീ വന്നു ഇല്ലേ, കോഴ്സൊക്കെ പൂർത്തിയാക്കിയല്ലോ, ഉടനെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അത് കഷ്ണമായി കീറി ആ തീയിലേക്ക് ഇട്ടേക്ക്. ഒരാൾ കഷ്ണമായി കീറി തീയിലേക്ക് ഇട്ടു. അപ്പോൾ തന്നെ വെള്ള വസ്ത്രവും കൊടുത്തു. അപ്പോൾ കൊടുത്തു വെള്ള വസ്ത്രം. അയാൾ പിന്നെ വലിയൊരു മഹാത്മാവായി മാറി. പക്ഷെ ചെറുപ്പത്തിൽ തന്നെ ശരീരം പോയി. പക്ഷേ ആ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട് ഇത്ര അദ്ദേഹം ഒരു ആധ്യാത്മികമായ തരംഗമുണ്ടാക്കി വർണ്ണിക്കാൻ വയ്യാന്നാണ് പറഞ്ഞത്. ഗുരുനാഥൻ സങ്കല്പിക്കുമ്പോഴത്തേക്ക് ചെയ്തിരിക്കും. മാതൃകയായിരുന്നു അത്രേ. കൃതാർത്ഥനായി അങ്ങ് പോയി. പോകുമ്പോൾ ഗുരുനാഥൻ അടുത്തിരുന്ന് തൊട്ടു തലോടി. അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാവരും എല്ലായ്പ്പോഴും ഒരുപോലെ സഹസ എന്നുള്ളതിനാലും തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നർത്ഥം. ഉപനിഷത്ത് കാണാം, ഗുരുനാഥൻ്റെ അടുത്ത് ചെന്നു ഉപദേശിക്കണേന്ന് പറഞ്ഞു. ഉടനെ 400 പശുക്കളെ കൊടുത്തു. ഇതിനെ കൊണ്ട് കാട്ടു പോയിക്കോളൂ, 1000 ആവുമ്പോൾ തിരിച്ചു വന്നോളൂ എന്ന്. നല്ല കഥയല്ലേ? 400 പശു 1000 ആവണമെങ്കിൽ എത്ര കാലം കഴിയണം? 2 കാട്ടിലേക്കാണ് കൊണ്ടുപോകണത്. കടുവ ഉണ്ടാവും, സിംഹം ഉണ്ടാവും, പുലി ഉണ്ടാവും. ഇവരൊക്കെ തിന്നതിന് ശേഷമുള്ളതേ അത് നിലനിൽക്കൂ. എന്നിട്ട് 1000 ആവണം. എത്ര കാലം കഴിഞ്ഞുകൂടിയുണ്ടാവും? വല്ല വസ്ത്രമുണ്ടോ, കമ്പിളി ഉണ്ടോ, എന്താ സ്ഥിതി? ഭക്ഷണമുണ്ടോ? അങ്ങനെ കുറേ കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു കാള വന്ന് പറഞ്ഞു, ഞങ്ങൾ 1000 ഉടനെ എല്ലാത്തിനെയും തെളിച്ച് ഗുരുനാഥൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഒരു സ്ഥലത്തെത്തി ഒന്ന് വിശ്രമിച്ചു. അങ്ങനെ വരിക, രാത്രിയാവുമ്പോൾ കാളകളെയൊക്കെ, പശുക്കളെയും കാളകളെയൊക്കെ തയ്യാറാക്കി വിശ്രമിച്ചപ്പോൾ
ഒരരയനം വന്നിട്ട് ഉപദേശിച്ചു. അപ്പോഴും മറ്റ് നിത്യാനുഷ്ഠാനങ്ങൾ ഗുരുനാഥൻ പറഞ്ഞൊന്നും മുടക്കിയിട്ടില്ല. പിറ്റേന്ന് രാവിലെ അഗ്നിക്രിയ ചെയ്തപ്പോൾ അഗ്നി ഉപദേശിച്ചു. അങ്ങനെ ഗുരുനാഥൻ്റെ അടുത്ത് കുത്തി. ഗുരുനാഥൻ നോക്കിയപ്പോൾ പറഞ്ഞു, ഓ നീ ബ്രഹ്മജ്ഞാനിയായിട്ടുണ്ടല്ലോ, എന്നാലും ഉപദേശിച്ച് കേൾക്കണമെന്നൊരു നിയമമുണ്ട്, അതുകൊണ്ട് നിനക്ക് അറിയണത് തന്നെ ഞാൻ പറഞ്ഞുതരാം. നിനക്കറിയാത്തൊന്നും എനിക്ക് പറഞ്ഞുതരാൻ ഇല്ല, നിനക്കറിയണത് തന്നെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഉപദേശം കൊടുത്തു. ഇത് ഉപനിഷത്ത് പ്രസിദ്ധമാണ്. അപ്പോൾ ഈ സഹസ എന്നുള്ളത് ആരും തെറ്റിദ്ധരിക്കാനൊന്നും പാടില്ല. എന്തായാലും സമാധാനിപ്പിക്കണം, അത് വേണം. പരമമായ തത്വമസി എന്നൊന്നും ഉപദേശിച്ചിട്ടില്ലെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കണം. നീ വിഷമിക്കണ്ടോ, അപ്പോൾ മതി, ഒറ്റ വാക്ക് മതി, ഒക്കെ നേരെയാവും, അല്ലേ? അത് മതി. ഇവൻ ചുട്ടു പൊള്ളി ആകെ രക്ഷയില്ലാണ്ട് വന്നതാ. ഇതൊക്കെ നിസ്സാരാണ്ടോ, ഇതിനേക്കാൾ പൊള്ളലേറ്റിട്ടാണ് ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് പോയത്. മറ്റേ വലിയ സമാധാനമാവും ഇല്ലേ? അതാണ് സഹസാദദ്യാത് അഭീതിം, പെട്ടെന്ന് തന്നെ അഭയത്തെ നൽകണം. ആര്? മഹാത്മാവ്. ഇത് ശങ്കരാചാര്യസ്വാമികൾ നിർദ്ദേശിക്കുക. ആർക്ക്? തഥാവദന്തം ശരണാഗതം സ്വം, അപ്രകാരം പറയുന്ന, തന്നോട് പറയുന്ന സംസാരദാവാനല താപതപ്തം, സംസാര കാട്ടുതീയിൻ്റെ ചൂടിനാൽ പൊള്ളലേറ്റിരിക്കുന്നവനെ, സംസാര കാട്ടുതീയിൻ്റെ ചൂടിനാൽ പൊള്ളലേറ്റിരിക്കുന്നവനോട് അഭീതിം ദദ്യാത്, അഭയത്തെ നൽകണം. ഇതൊന്നൊരു പ്രശ്നമല്ലടോ, മതി. രക്ഷാമാർഗമുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതാണ്. എങ്ങനെ വേണം പറയുക? നിരീക്ഷ്യ കാരുണ്യരസാർദ്ര ദൃഷ്ടിയ, കാരുണ്യരസം കൊണ്ട് നനഞ്ഞ കണ്ണുകൊണ്ട്. നനഞ്ഞ കണ്ണെന്ന് പറഞ്ഞാൽ കണ്ണീരല്ല അവിടെ, ആർദ്രമായ കണ്ണ്. ആർദ്രം വെച്ചാൽ നനവുള്ള കണ്ണ്, ആർദ്രം നനവുള്ള. എന്ത് നനവ്? കാരുണ്യത്തിൻ്റെ നനവുള്ള കണ്ണ്. കാരുണ്യരസാർദ്ര ദൃഷ്ടിയാ നിരീക്ഷ്യ, കാരുണ്യരസം കൊണ്ട് നനഞ്ഞ കണ്ണിനാൽ നോക്കിയിട്ട് ശിഷ്യനെ നോക്കണം. നോക്കിയിട്ട് പറയണം, ഒന്നും വിഷമിക്കണ്ട, ദദ്യാദഭീതിം സഹസാ മഹാത്മാ. ചിന്തിക്കുക, നോക്കൂ. തഥാവദന്തം ശരണാഗതം സ്വം സംസാരദാവാനലതാപതപ്തം നിരീക്ഷ്യ കാരുണ്യരസാർദ്രദൃഷ്ട്യാ ദദ്യാദഭീതിം സഹസാ മഹാത്മാ. വ്യക്തമല്ലേ? നോക്കൂ. വിദ്വാൻ സ തസ്മാദുപസത്തിമീയുഷേ മുമുക്ഷവേ സാധു യഥോക്തകാരിണേ പ്രശാന്തചിത്തായ ശമാന്വിതായ തത്വോപദേശം കൃപയൈവ കുര്യാത്. വിദ്വാൻ സ തസ്മാദുപസത്തിമീയുഷേ മുമുക്ഷവേ സാധു യഥോക്തകാരിണേ പ്രശാന്തചിത്തായ ശമാന്വിതായ തത്വോപദേശം കൃപയൈവ കുര്യാത്. ഇതും ശങ്കരാചാര്യസ്വാമികൾ പറയുന്നതാണ്, ഗുരുശിഷ്യ സംവാദമല്ല, കവി പറയുന്നതാണ്, ഗ്രന്ഥകർത്താവ് പറയുന്നതാണ്. എന്താ പറയുന്നത്? ഇവിടെ ഈ പുസ്തകത്തിൽ തസ്മാദ് എന്നൊരു പാഠമുണ്ട്. അത് തെറ്റാന്ന് പറയണില്ല, അത് വ്യാഖ്യാനിക്കാം. തസ്മാദ്, അതുകൊണ്ട്.
അഥവാ അതിനനന്തരം എന്നൊക്കെ വ്യാഖ്യാനിക്കാം. ആദ്യം തന്നെ അഭയം കൊടുത്ത ശേഷം എന്നർത്ഥം. എന്നാൽ കുറച്ചും കൂടി അവിടെ യോജിക്കുക തസ്മാത് എന്നുള്ളതിന് പകരം തസ്മായു എന്നായിരിക്കും. തസ്മായുപസത്തി മീയുഷേ എന്ന് തകാരത്തിന് പകരം ഡകാരത്തിന് പകരം യകാരമായാൽ കുറച്ചും കൂടി അർത്ഥം നന്നാവും. രണ്ട് പാഠമുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള പാഠം ആരെടുത്തെങ്കിലും കയ്യിലുണ്ടോ? ആരെടുത്തെങ്കിലും പുസ്തകമുള്ള കുറേ പേരുണ്ട് ഇവിടെ. എല്ലാം ഒരു പുസ്തകം തന്നെയാണ്. ഒരു പുസ്തകമാണ്. അങ്ങനെ ആവാം. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരർത്ഥം കിട്ടും. വിദ്വാൻ, സഹ വിദ്വാൻ, ആ വിദ്വാൻ. ഏത് വിദ്വാൻ? മഹാത്മാ ഗുരുനാഥൻ. ആ വിദ്വാൻ തസ്മൈ അവനായിക്കൊണ്ട്, തസ്മൈ അവനായിക്കൊണ്ട്, ആർക്കായിക്കൊണ്ട്? ഉപസത്തിമീയുഷേ തന്നെ ഉപസന്നനായവനായിക്കൊണ്ട്. ഉപസത്യം ഈയുഷേ തസ്മൈ, ഉപസത്തിയെ പ്രാപിച്ച അവനായിക്കൊണ്ട്, അവനോട്. ഉപസത്തി എന്ന് പറഞ്ഞാൽ വിധിപ്രകാരം അരികെ വന്നു ചേർന്നവൻ, അതാണ് ഉപസന്നൻ. വിധിപ്രകാരം അരികെ ചെല്ലുക എന്നുള്ളതാണ് ഉപസത്തി. വിധിപ്രകാരം അരികെ ചെല്ലുക. ആരുടെ? ഗുരുനാഥൻ്റെ. അപ്പോൾ ഗുരുനാഥൻ്റെ അരികെ വിധിപ്രകാരം ചെന്ന് അടുത്തെത്തിയവൻ, അങ്ങനെയുള്ള ആളോട് തസ്മൈ അവനോട് സ വിദ്വാൻ ആ വിദ്വാൻ മുമുക്ഷവേ മുമുക്ഷുവിനോടായിക്കൊണ്ട് ആരോട്? യഥോക്തകാരിണേ യഥോക്തകാരിക്കായിക്കൊണ്ട് പ്രശാന്തചിത്തായ, വളരെ ശ്രദ്ധിക്കേണ്ട ശ്ലോകം അത്, പ്രശാന്തചിത്തനായിക്കൊണ്ട് ശമാന്വിതനായിക്കൊണ്ട് കൃപയാ ഏവ കൃപയാൽ തത്വോപദേശം കുര്യാത് തത്വോപദേശം ചെയ്യണം. ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം കഴിഞ്ഞ ശ്ലോകത്തിൽ നിന്ന് വളരെ ഭിന്നമാണ് ഈ ശ്ലോകം. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് പെട്ടെന്ന് തന്നെ അഭയം കൊടുക്കണമെന്നാണ്, ഉപദേശിക്കണം എന്ന് പറഞ്ഞോ? പെട്ടെന്ന് തന്നെ കയറി അങ്ങോട്ട് ഉപദേശിക്കണം എന്ന് പറഞ്ഞോ? ഇല്ല, പെട്ടെന്ന് തന്നെ അഭയം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഒരു പ്രശ്നമില്ലടോ, നിനക്കൊക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, അതിനുള്ള വഴിയൊക്കെ നമ്മളെ അടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഉപദേശം ഉടനെ അങ്ങോട്ട് കൊടുത്തേക്കരുത്. ഉപദേശം കൊടുക്കണമെങ്കിൽ വളരെ പരീക്ഷിക്കണം, കൂടെ താമസിപ്പിക്കണം. എത്ര കാലം? കാലമൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1 കൊല്ലം, ചിലപ്പോൾ 10 കൊല്ലം, പറയാൻ പറ്റില്ല. ആ കാലം കൊണ്ട് പരീക്ഷിക്കേണ്ടത് എന്തൊക്കെയാ? ഒന്ന്, അവൻ മുമുക്ഷുവാണോ എന്ന് പരീക്ഷിക്കണം. എനിക്ക് ഭഗവാനെ മോക്ഷം മാത്രമേ എനിക്ക് ശരണമുള്ളൂ, എനിക്ക് വേറെ ഒന്നും വേണ്ട, അവിടുന്ന് തന്നെ രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞിട്ടാണ് കാൽക്കൽ വീണത്. പക്ഷേ മുമുക്ഷുവാണോ അല്ലയോ എന്ന് കുറച്ച് കാലം കൊണ്ട് മനസ്സിലാവും. ഇല്ല, കുറച്ച് കാലം കൂടെ നിൽക്കുമ്പോൾ ഇടപഴകുമ്പോൾ മനസ്സിലാവില്ലേ? മനസ്സിലാവും അവൻ എന്തിലാ താല്പര്യം, എന്തൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഗുരുനാഥൻ ഇട്ട് കൊടുക്കും. താമസിക്കുന്നിടത്ത് അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവൻ്റെ നോട്ടം എന്തിലേക്കാണെന്ന് ഗുരുനാഥൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അവൻ മുമുക്ഷു തന്നെയാണോ അല്ല ബുഭുക്ഷു ആണോ എന്നൊക്കെ മനസ്സിലാവും. യഥോക്തകാരിയാണോ, പറയണത് ചെയ്യുന്നവനാണോ, അതും പരീക്ഷിക്കും. പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവനാണോ ഇവൻ, സാധുവാണോ എന്ന് പരീക്ഷിക്കും. പ്രശാന്തചിത്തനാണോ, പ്രശമിച്ച ശാന്തമായ മനസ്സോട് ബുദ്ധിയോട് കൂടിയവനാണോ അല്ല തിളച്ചുകൊണ്ടിരിക്കുന്നവനാണോ എന്ന് പരീക്ഷിക്കും. ശമാന്യതായ, അവന് മനോനിയന്ത്രണം ഉണ്ടോ എന്ന് പരീക്ഷിച്ച് ഇതൊക്കെ ഉറപ്പ് വരുത്തണം. ഇത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഉപദേശിച്ചോളുക.
അപ്പം അഭയം ഉടനെ തന്നെ കൊടുത്തേക്കണം, അല്ലാണ്ട് ഉടനെ തന്നെ ഉപദേശിക്കാൻ പറഞ്ഞിട്ടില്ല. ഉപദേശം ചെയ്യുന്നതിന് മുമ്പ്, തത്വോപദേശം ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഗുരുനാഥന്മാരെന്ത് പറയും? കുറച്ചു കാലം എൻ്റെ കൂടെ താമസിച്ചോളൂ എന്ന് പറയും, ഇല്ലേ? കുറച്ചു കാലം താമസിച്ചോളൂ പറയും. അപ്പം നമ്മൾ വിചാരിക്കും കുറച്ചു കാലം താമസിക്കുന്നത് എന്തിനാ പറഞ്ഞത്? ആ സമയം കൊണ്ട് ഇതെല്ലാം ഗുരുനാഥൻ മനസ്സിലാക്കിയെടുക്കും. ഇവന് ശമമുണ്ടോ, ദമുണ്ടോ, ഇവൻ പ്രശാന്ത ചിത്തനാണോ, അല്ല അവന് വേറെ വല്ല ഉദ്ദേശ്യങ്ങളുണ്ടോ ഇവിടെ വന്നതിൽ. പലതും ആവാലോ, ഇല്ലേ? പലതും ആവാം. ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ ഒന്നാമത്തെ പ്രസിഡൻറ്റ് ബ്രഹ്മാനന്ദ സ്വാമികളായിരുന്നു. ശ്രീരാമകൃഷ്ണ മഠം സ്ഥാപിച്ചത് വിവേകാനന്ദ സ്വാമികളാണെങ്കിലും ഒന്നാമത്തെ പ്രസിഡൻ്റാക്കി വെച്ചത് ബ്രഹ്മാനന്ദ സ്വാമികളെയാണ്. അപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ഒരു പ്രഭാവം അത് കൂടാതെ ലോകം മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മറ്റു മഹാത്മാക്കളുടെ പ്രഭാവം അത് വളരെ വലുതാണല്ലോ. തുരീയാനന്ദ സ്വാമികൾ, ബ്രഹ്മാനന്ദ സ്വാമികൾ, ത്രിഗുണാതീതാനന്ദ സ്വാമികൾ, അഭേദാനന്ദ സ്വാമികൾ, അഖണ്ഡാനന്ദ സ്വാമികൾ. അപ്പോൾ ഇവരുടെയൊക്കെ പ്രഭാവം കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല യുവജനങ്ങളാണ് വന്ന് കൂടിയിട്ടുള്ളത് സന്യാസിമാരാവാൻ. കുറേ പേരുണ്ട്, നല്ല നല്ല യുവജനങ്ങൾ. അപ്പം നിയമങ്ങളുണ്ട്. ഇത്ര മണിക്കൂർ ഇന്ന സമയത്ത് ജപിക്കണം, എന്ന മണിക്കൂർ ധ്യാനിക്കണം, ഇന്നമാതിരി സ്വാധ്യായം ചെയ്യണം, പഠിക്കണം, സേവ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ശിഷ്യന്മാരൊക്കെ ജപിക്കാനും ധ്യാനിക്കാനൊക്കെ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ധ്യാനിക്കാനൊക്കെ ഇരിക്കുമ്പോൾ നല്ല മണം വരുന്ന തരം മധുര പലഹാരങ്ങൾ ബ്രഹ്മാനന്ദ സ്വാമികൾ പാത്രത്തിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വയ്ക്കുന്ന നല്ല സുഗന്ധം ഉണ്ടാവുന്ന മധുരപലഹാരങ്ങൾ, നല്ല ലഡു, അല്ലേ? അങ്ങനെയൊക്കെ പലതും ഇല്ലേ? നല്ല മധുരപലഹാരം. പ്രത്യേകിച്ച് ബംഗാളാണ്. ബംഗാളിൽ എത്രയാണ് മധുരപലഹാരങ്ങൾ? ശ്രീഖണ്ഡ്, ഒന്നാന്തരം ശ്രീഖണ്ഡ്, ഏറ്റവും നല്ല ശ്രീഖണ്ഡ് ബംഗാളിയാണ്. അതുപോലെ ഈ ഗുലാബ് ജാമല്ല, മറ്റേ സാധനം ഉണ്ടല്ലോ, എന്താണ് വെളുത്തത്, രസഗുള, ബംഗാളി രസഗുള വളരെ പ്രസിദ്ധമാണ്. അതുപോലെ പല സ്വീറ്റുണ്ട്. ഇതൊക്കെ ഇവരുടെ മുമ്പിലൊക്കെ വെക്കുക. ഈ പാവങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അറിയാതെ ഇതിൻ്റെ സാന്നിധ്യം അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണുമെല്ലാം പോവില്ലേ? അതുപോലെ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെറിയ ഒരു പോസ്റ്റ് എഴുതി വയ്ക്കും, ഒരു കടലാസിൽ. സ്വാമിജിൻ്റെ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതി വെക്കുകയാണ്. നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനമ്മമാരുടെയും ബന്ധുക്കളുടെയും എല്ലാം അടുത്തുനിന്ന് വന്നിട്ടും തത്വസാക്ഷാത്കാരത്തിന് നിൻ്റെ പൂർണ്ണമായ ഊർജം നിനക്ക് ചെലവഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീയൊക്കെ തൊലഞ്ഞു പോട്ടണം. ഫൈ ഓൺ യു if you cannot devote the whole of your energy for the realization of God, even after cutting yourself from the love of your parents and relatives. That തൊലഞ്ഞു പോട്ടെ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നീ ഇതൊക്കെ വിട്ടു വന്നതല്ലേ? ഇനിയിപ്പം നിൻ്റെ പൂർണ്ണമായ ശ്രദ്ധ തത്വസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഘടിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ തൊലഞ്ഞു പോട്ടടാ, അല്ലാണ്ട് എന്താ? അതൊക്കെ എഴുതി വെക്കും ഓരോ സ്ഥലത്തും. അപ്പം അതുകൊണ്ട് മുമുക്ഷുവാണ് ഞാൻ എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. മുമുക്ഷുത്വമൊക്കെ ഉണ്ടാവും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എപ്പോൾ വീട് വിടണമെങ്കിൽ നല്ല മുമുക്ഷുത്വം വേണം, അല്ലാണ്ട് പറ്റില്ല. അല്ലാണ്ട് ആർക്കപ്പോൾ വീടൊക്കെ വിട്ട് പോകാൻ പറ്റുക? പ്രിയപ്പെട്ട അമ്മ, പ്രിയപ്പെട്ട അച്ഛൻ, ആരോടും വിരോധം ഉണ്ടായിട്ടല്ലല്ലോ പോണത്, ആണോ? അവർക്ക് വിരോധം ഉണ്ടായിട്ട് ഈ ഉപദ്രവം ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും ആരും സന്യാസ മാർഗത്തിലോ വേദാന്ത മാർഗത്തിലൊന്നും പോവില്ല, അതുറപ്പാണ്. അപ്പോൾ ആ ഒരു ആകർഷണത്തിൻ്റെ പിടിയെ
ഭേദിക്കണമെങ്കിൽ അത്രയും വലിയ മുമുക്ഷുത്വം വേണം, വേണ്ടേ? ഇന്ന് മനസ്സ് കണ്ടു നോക്കൂ. ഭൂമിയുടെ ആകർഷണ വലയത്തെ ഭേദിച്ച് റോക്കറ്റ് പുറത്തേക്ക് പോകണം എന്ന് വിചാരിച്ചോളൂ. എത്രമാത്രം വെലോസിറ്റി വേണം അതിന്, വേണ്ടേ? വേണം. എന്തായാലും ഒരു സെക്കൻഡിൽ 11.4 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം, എന്നാലേ ഈ ഗ്രാവിറ്റേഷനെ അതിക്രമിക്കാൻ കഴിയൂ. ശരി, അത്രയും വേഗത്തിൽ പോയി എന്ന് വിചാരിച്ചോളൂ. ഭൂമിയുടെ ആകർഷണ പരിധിയുടെ അവിടെ എത്താനാവുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെലോസിറ്റി 0 ആയി എന്ന് കൂട്ടുക. ഇന്നെന്താ സംഭവിക്കുക? അങ്ങോട്ട് പോവുമോ? ഇല്ല, ഇല്ലല്ലോ. അങ്ങോട്ട് പോകണമെങ്കിൽ ഇനിയും വെലോസിറ്റി വേണ്ടേ? ഇങ്ങോട്ട് വീഴുമോ? അതുമില്ല. കാരണം 0 അട്രാക്ഷനാണ് ആ സ്ഥലത്ത്. ഇല്ലേ? അടുത്ത ചോദ്യം, നിന്നെടുത്ത് നിൽക്കുമോ? അതുമില്ല. ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കും. മിക്കവാറും ഈ കറക്ക് കമ്പനിയായിരിക്കും പേര്. പിന്നെ എന്താ ഗുണം വെച്ചാൽ അതിനിടയ്ക്കുള്ള സമയം കൊണ്ട് കുറേ ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പണ്ഡിതനായിട്ട് അറിയപ്പെടും. ചിദാനന്ദപുരസ്വാമി പണ്ഡിതരത്നം, മറ്റത് മറിച്ചതെന്നൊക്കെ അറിയപ്പെടും. എന്നാൽ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടോ? അതില്ല. ഇപ്പുറത്തേക്ക് വീഴുമോ? അതുമില്ല. നിന്നെടുത്ത് നിൽക്കുമോ? അതുമില്ല. കറങ്ങടാ കറക്കം, കറങ്ങടാ കറക്കം. വലിയ കഷ്ടമാണത്. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ. യോഗമില്ലാതെ സന്യാസം ദുഃഖത്തെ നേടാനേ ഉപകരിക്കൂ. ഈ കറക്കത്തിൽ വലിയ സുഖം ഉണ്ടാവില്ലല്ലോ. എന്നാൽ വല്ല കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനാണെന്ന് വെച്ചാൽ അതുമില്ല. എന്ത് കാഴ്ചയാണോ? ഒന്നുമില്ല. ഇങ്ങനെ കറങ്ങന്നെ. അപ്പം അതുകൊണ്ട് വർദ്ധിതമായ മുമുക്ഷുത്വം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് വിടാൻ പറ്റൂ, അല്ലെങ്കിൽ സാധിക്കില്ല. പക്ഷേ പിന്നീട് സാഹചര്യങ്ങളുമായി ചേർന്ന് 4 ആൾ ദക്ഷിണ കൊടുത്തു, 5 ആൾ പൂജിച്ചു, 10 ആൾ മഹാരാജെന്ന് വിളിച്ചു. അപ്പോൾ അറിയാണ്ട് അതിനോടൊക്കെ ഒരു താതാത്മ്യപ്പെട്ട് ഞാൻ വലിയൊരാളായി എന്നങ്ങോട്ടായി. അപ്പോൾ അങ്ങനെ കറക്കത്തോട് കറക്കാവും. അതുകൊണ്ട് ശരിക്കും മുമുക്ഷുവാണോ എന്ന് പരിശോധിക്കണം. അത് നിർബന്ധമാണ്. രണ്ടാമതായിട്ട് യഥോക്തകാരിയാണോ എന്ന്, പറഞ്ഞത് ചെയ്യുന്ന ആളാണോ എന്നുവെച്ചാൽ താൻ പറയുന്നത് അവനനുസരിക്കുന്നുള്ള അർത്ഥത്തിലല്ല. ഞാൻ പറഞ്ഞ പോലെ നീ കേൾക്കണം കേട്ടോ, അത് പറയാൻ പാടില്ല. അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ ഞാൻ കേൾക്കുക, അതിൻ്റെ ആവശ്യമില്ല. നീ പറയണ പോലെ നീ പ്രവർത്തിക്കണം, ഇത്രയേ ഉള്ളൂ. അതാണ് യഥോക്തകാരി എന്ന് പറഞ്ഞ അർത്ഥം. അല്ലാണ്ട് ഗുരുനാഥൻ പറഞ്ഞൊക്കെ അനുസരിക്കുന്നു എന്ന് അർത്ഥമില്ല. അങ്ങനെ അർത്ഥം എടുത്തൂടെ? എടുക്കാം, എടുക്കുന്നതിന് വിരോധമില്ല. എന്നാലും അതിനേക്കാൾ കൂടുതൽ സുഖം ഇപ്പോൾ ഗുരുനാഥൻ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞാലോ. ഇപ്പോൾ ഗുരുനാഥൻ എന്തെങ്കിലും ഒന്ന് ആദ്യം ഉപദേശിച്ചു, പഠിപ്പിച്ചു കൊടുത്തു, ഇങ്ങനെയേ നീ ചെയ്യാൻ പാടുള്ളൂ, ആര് പറഞ്ഞാലും ഇതിനെ വിപരീതം ചെയ്യരുത് കിട്ടുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവനെ പരീക്ഷിക്കാൻ വേണ്ടി ഗുരുനാഥൻ വിപരീതം പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അതോ? അപ്പോഴോ വലിയ പ്രശ്നമാണ്. അത് വലിയൊരു സംഘർഷത്തിൻ്റെ സന്ദർഭമാണ്. ഇല്ല? എന്താ അഭിപ്രായം? മനസ്സിലായില്ല? എന്താ അവിടെ സംഘർഷത്തിന് കാരണം? ഗുരു ഉപദേശത്തിന് വിരുദ്ധമായി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അനുസരിക്കേണ്ടതില്ല. ഒരു ബുദ്ധി. മറ്റൊരു ബുദ്ധി, ഗുരുവിൻ്റെ ഓരോ വാക്യവും ശാസ്ത്രമാണ്, അപ്പം ഞാൻ അനുസരിക്കണം. പ്രശ്നമായില്ലേ? ഇത് ജീവിതത്തിൽ വലിയൊരു വിഷയമാണ്. ചെറിയ വിഷയമെന്ന് കൂട്ടല്ലോ. അപ്പോൾ യഥോക്തകാരിയാണോ എന്ന് പരീക്ഷിക്കണം. പ്രശാന്തചിത്തനാണോ? ഈ നമ്മുടെയൊക്കെ മനസ്സ് ഇങ്ങനെ തിളച്ച് പൊങ്ങണത് ഏതൊക്കെ സാഹചര്യം വരുമ്പോഴാണെന്ന് വെച്ചാൽ അതൊക്കെ അതിലൂടെയൊക്കെ ശിഷ്യനെ കടത്തി വിടണം. അതിലൂടെയൊക്കെ ശിഷ്യനെ കടത്തി വിടും. സങ്കടം,
സന്തോഷം, കാമം, ക്രോധം എല്ലാം. അങ്ങനെ കടന്നു പോകുമ്പോഴേ ശമാന്വിതനാണോ എന്ന് മനസ്സിലാവുള്ളൂ, പ്രശാന്തചിത്തനാണോ എന്ന് മനസ്സിലാവുള്ളൂ. അസൂയ, താരതമ്യ ബുദ്ധി ഇതൊക്കെ വരാം. അങ്ങനെ എല്ലാ തരത്തിലും പരീക്ഷിച്ച് പ്രശാന്തചിത്തനും ശമാന്വിതനുമാണെന്ന് മനസ്സിലാക്കിയാൽ എന്തു ചെയ്യണം? തസ്മൈ ഉപസത്തിമീയുഷേ, ആ ഉപസദനത്തെ പ്രാപിച്ച ആ ശിഷ്യനോടായിക്കൊണ്ട്, മുമുക്ഷുവിനോടായിക്കൊണ്ട് എന്തു ചെയ്യണം? തത്വോപദേശം ചെയ്യണം. കൃപയൈവ കുര്യാത്, കൃപയാ ഏവ കുര്യാത്, കൃപ കൊണ്ട് തത്വോപദേശം ചെയ്യണം. വേറൊന്നുകൊണ്ടുമല്ല, വേറൊരു താല്പര്യമില്ല, ദക്ഷിണയ്ക്കോ മറ്റെന്തെങ്കിലുമോ ഒന്നുമല്ല. കൃപയാൽ, കേവല കൃപയാണ് ഉപദേശത്തിനാസ്പദം, വേറൊന്നില്ല. ഒരു നേരം പോക്ക് പറഞ്ഞുതരാം. നമ്മളൊരു ജീവിതം ഇപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു രസകരമായ രീതിയിൽ അങ്ങനെ പോവുക. ഇപ്പോൾ ദിവസം എന്തെങ്കിലും ചുല്ലാനം കിട്ടും, ആരെങ്കിലുമൊക്കെ ആയിട്ട് ദക്ഷിണ തരും. ചിലപ്പോൾ വലിയ സംഖ്യ ഉണ്ടാവും, ചിലപ്പോൾ ചെറിയ സംഖ്യ ആവും, ദിവസം കിട്ടും. അത് കേട്ടിട്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സന്യസിക്കട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇനി പറഞ്ഞത് അത്ര ഇഷ്ടാവില്ല. ഇത് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ കൊടുത്തു തീർക്കുകയും ചെയ്യും. ഉച്ചയാകുമ്പോഴത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ശീലമാണ്. ഇന്നിപ്പോൾ ഒരു 10-12 പേർക്കെങ്കിലും കൊടുത്തുണ്ടാവും, ആശുപത്രിക്ക്, മരുന്നിന്, അതിന് ഇതിനെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ദിവസം അങ്ങനെയാണ് പോണത്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ മാസമാണ്. അന്ന് കയ്യിൽ കാശുണ്ട്, കയ്യിൽ കുറച്ച് കാശുള്ള ദിവസം. അല്ലാണ്ട് ഒന്നും ഉണ്ടാവില്ല, എല്ലാം തീരും. ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാം തീരും, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അദ്വൈതാശ്രമത്തിൻ്റെ പ്രവർത്തനത്തിന് വല്ലതും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ കൈ തരരുത്. തന്ന ആശ്രമത്തിന് കിട്ടില്ല, ഉറപ്പാണ്. അത് അവിടെ കൊടുത്ത് റെസീറ്റ് മേടിക്കണം. എൻ്റെ അടുത്ത് തന്നാൽ അത് പോവും, ആ നിലയ്ക്കേ തരാൻ പാടുള്ളൂ. ഏതായാലും അന്ന് കാശുണ്ട് കയ്യിൽ. അപ്പോൾ ഒരു കക്ഷി വന്നു, സ്വാമി എനിക്കൊരു 2000 ഉറുപ്പ്യ വേണം. ഞാൻ ചോദിച്ചു, എന്തിനാ? മരുന്ന് വാങ്ങാനാണ്. എന്താ സംഭവം? എന്താ? അത് ഞാൻ സന്യാസദീക്ഷ സ്വീകരിക്കുകയാണ്, ഗുരുനാഥന് ദക്ഷിണ കൊടുക്കാനാ. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, ഞാൻ തരില്ല, പോയി പണി നോക്കിക്കോ. അല്ല, എന്നാലും സ്വാമി പൈസ ഉണ്ട് പറഞ്ഞിട്ട് തരണ്ടേ? തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല, വേഗം പോയിക്കോളൂ. നോക്കണേ, ഗുരുനാഥന് ദക്ഷിണ കൊടുക്കാൻ പൈസ ചോദിക്കുക. ഞാനപ്പോൾ പോയത് അയാൾ സന്യാസം സ്വീകരിക്കാനാണ്. മന്ത്രദീക്ഷയാണെങ്കിൽ ഇപ്പോൾ തിരക്കേടില്ല. മന്ത്രദീക്ഷ ഇപ്പോൾ ഗൃഹസ്ഥന്മാർ സ്വീകരിക്കുകയാണ്, അപ്പോൾ ഗൃഹസ്ഥന്മാർ ഗുരുനാഥന് ദക്ഷിണ കൊടുക്കണം എന്ന് പറഞ്ഞതിന് ന്യായമുണ്ട്. ഇയാൾ സന്യാസമാണ് സ്വീകരിക്കാൻ പോണത്. നമ്മൾ സന്യാസ ദീക്ഷ പെട്ടെന്ന് ഓർമ്മിച്ച് പോയി. ഇപ്പോൾ സന്യാസ ദീക്ഷ സ്വീകരിച്ചു, സ്വാമിജിക്ക് ദക്ഷിണ വെച്ച് നമസ്കരിക്കണം. ഇപ്പോൾ സ്വാമിജി ഒരു ആപ്പിൾ എടുത്തിട്ട് ഇപ്പുറത്ത് സെക്രട്ടറി സ്വാമിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അയാൾക്ക് കൊടുത്തോളൂ പറഞ്ഞു. അങ്ങനെ ആപ്പിൾ സെക്രട്ടറി സ്വാമി തന്നു, അത് സ്വാമിക്ക് കൊടുത്തു. അത്രയേ ഉള്ളൂ. ആര് തന്ന ആപ്പിള്? സ്വാമിജി തന്ന ആപ്പിള് ആർക്ക് കൊടുത്തു? സ്വാമിക്ക് കൊടുത്തു, കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. വേറെന്താ? എന്നത് കാലം മാറി. ഇത്ര രൂപ ദക്ഷിണ വെച്ചാൽ സന്യാസം എന്നായി. വഴി പോണവർക്ക് മുഴുവൻ ദക്ഷിണ ഉണ്ടോ? സന്യാസം പിടിച്ചോളൂ. വഴിയിലൂടെ ഒരാൾ നടക്കാം, സന്യാസം വേണോ? വരുമോ? എത്ര റുപ്യ വരും? ഞാൻ 5000 റുപ്യ തരാം. പോരാ, പോയിക്കോളി. എന്നാൽ ഞാൻ 10,000 തരാം. റൈറ്റ്, എന്നാൽ നാളെ മുട്ട മേടിച്ചോളൂ. നാളെ മുട്ട മേടിച്ചിട്ട് സന്യാസം മറ്റന്നാൾ. കാലം അങ്ങനെയായി ഇന്ന്. എന്താ ചെയ്യുക? അതുകൊണ്ട് അയാളോട് വ്യക്തമായി പറയേണ്ടി വന്നു, ഇന്ന് എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, ഞാൻ തരില്ല, പൊയ്ക്കോളൂ വേഗം എന്ന് പറയേണ്ടി വന്നു. അയാൾക്ക് കുറച്ചൊരു വിരോധമൊക്കെ ആയി. നമുക്കെന്ത് വേണം? അവിടെ തത്വോപദേശം ചെയ്യുന്നതിനുള്ള മാനദണ്ഡം ഒന്ന് മാത്രമാണ്: കൃപ, സ്നേഹം, കാരുണ്യം.
അതാണ് കൃപയാ ഏവ. വലിയ അർത്ഥമുള്ള വാക്കാതെ കിട്ടുമോ? കൃപയൈവ കുര്യാത്. തത്വോപദേശം ചെയ്യണം എന്ന് പറയുക ചെയ്യണത്. നോക്കൂ, വിദ്വാൻസ തസ്മായുപസത്തിമീയുഷേ മുമുക്ഷവേ സാധു യഥോക്തകാരിണേ പ്രശാന്തചിത്തായ ശമാന്വിതായ തത്വോപദേശം കൃപയൈവ കുര്യാത്. വ്യക്തമാണല്ലോ ഇല്ലേ? ഒരു ശ്ലോകം കൂടി നോക്കാം. മാ ഭൈഷ്ടവിദ്വൻ സ്തവനാസ്ത്യപായഃ സംസാരസിന്ധോസ്തരണേസ്ത്യുപായഃ യേനൈവ യാതാ യതയോസ്യ പാരം തമേവ മാർഗം തവ നിർദ്ദിശാമി. മാ ഭൈഷ്ടവിദ്വൻ സ്തവനാസ്ത്യപായഃ സംസാരസിന്ധോസ്തരണേസ്ത്യുപായഃ യേനൈവ യാതാ യതയോസ്യ പാരം തമേവ മാർഗം തവ നിർദ്ദിശാമി. നോക്കൂ, ഹേ വിദ്വൻ, ഗുരുനാഥൻ വിളിക്കുകയാണ്. എങ്ങനെയാണ് തത്വോപദേശം ചെയ്യേണ്ടത്? ഹേ വിദ്ഭോ, വിദ്വൻ അല്ലയോ വിദ്വാൻ, നല്ല വിവേകമുള്ളവനെ, അറിവുള്ളവനെ എന്ന് വിളിക്കുകയാണ്. മിടുക്ക. ആ വിളി കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖാവും ഇല്ലേ? ഹേ വിദ്വൻ, മാ ഭൈഷ്ട, നീ ഭയപ്പെടരുത്. കാരണം അത്യന്തം ഭീതനായിട്ടാണ് വന്നത്. ഭീതം സംസാര ദാവാഗ്നി സന്തപ്തം എന്നൊക്കെ പറഞ്ഞു. അപ്പം അത്യന്തം ഭീതനായി വന്നവനോട് ആദ്യം പറയണ ഉപദേശം മാ ഭൈഷ്ട, പേടിക്കണ്ട. പേടിക്കണ്ട, നീ ഭയപ്പെടണ്ട. എന്തിനാ ഭയപ്പെടണ? ഞാനും ഇങ്ങനെ ഭയപ്പെട്ട് ഓടിച്ചെന്നതാണ് എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത്. മാ ഭൈഷ്ട, തവ നിനക്ക് നാസ്തി അപായ, ഒരപായവും ഇല്ല. അയ്യോ ഞാൻ ഇപ്പോൾ കത്തിപ്പോവും, ഭസ്മായി പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വന്നത്. ഒരപായവും നിനക്ക് സംഭവിക്കില്ല. നിനക്കൊരപായവും ഇല്ല. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എത്ര വലിയൊരു ആശ്വാസമാവും എന്ന് ആലോചിച്ച് നോക്കൂ. തവ നാസ്തി അപായ, നിനക്കൊരപായമില്ല. എന്നല്ല, സംസാരസിന്ധോഹോ തരണേ ഉപായ അസ്തി. സംസാര സമുദ്രത്തെ തരണം ചെയ്യുന്നതിനുള്ള ഉപായമുണ്ട്. നീ പറഞ്ഞെന്താ? ഈ കഥം തരേയം ഭവ സിന്ധുമേധം എന്നല്ലേ ചോദിച്ചത്? എങ്ങനെ ഞാൻ ഈ സംസാര സമുദ്രത്തെ തരണം ചെയ്യുന്നല്ലേ? ഉപായമുണ്ടോ? ഉപായമുണ്ട്. സംസാര തരണേ ഉപായ അസ്തി. സംസാര തരണത്തിൽ ഉപായമുണ്ട്. നിനക്കൊരപായവുമില്ല. അപ്പോൾ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഈ ഉപായമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉപദേശിച്ചു കൊടുക്കണമെന്നുണ്ടല്ലോ, അത് ഒരു വ്യക്തി കൽപ്പിച്ചുണ്ടാക്കിയ എന്തോ ആണോ എന്നാ പ്രശ്നമായില്ലേ? നമുക്ക് പരിചയമുള്ള 2 പേരുണ്ടായിരുന്നു. ആരാ എന്താ ഏതാണെന്നൊന്നും ചോദിക്കരുത്. ചോദിച്ചാൽ പറയാനും പോകണില്ല. അതിലൊരാളിപ്പോൾ ഇല്ല, ഒരാളിപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ഒരാൾ 1, മറ്റേ ആൾ 2, അങ്ങനെ എടുക്കാം. അപ്പോൾ ഈ 2 വലിയൊരു ഭക്തനാണ് ആൾ. അപ്പോൾ എന്ത് പറഞ്ഞാലും അനുസരിച്ചോളും. അപ്പോൾ ഈ 1 പല സാധനങ്ങളും പല സ്ഥലത്ത് വായിക്കും, പലതും പഠിക്കും, പല പുസ്തകങ്ങളിൽ നിന്നൊക്കെ വായിച്ചിട്ട് പല അനുഷ്ഠാനങ്ങളും ശീലിക്കാതെ സ്വയം ചെയ്യല്ല, മനസ്സിലാക്കും. എന്നിട്ട് രണ്ടാമൻ ഉപദേശിക്കും, നീ ഇതൊന്ന് ചെയ്തു നോക്കും, എങ്ങനെയുണ്ട് നോക്കാമല്ലോ. അതി കഠിനങ്ങളായ ചില ആസനങ്ങൾ, ചില വിഷമകരങ്ങളായ പ്രാണായാമ മുറകൾ, എന്നാൽ ഈ ഒന്നാമൻ ചെയ്തിട്ട് സിദ്ധാക്കിയിട്ട് പറഞ്ഞു കൊടുത്താൽ തിരക്കേടില്ല, അതില്ല. ഈ രണ്ടാമനെ വെച്ച് പരീക്ഷിക്കുക, രണ്ടാമനൊരു ഗിനിപ്പിക്കുക. പാവം
ഞാൻ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും അയാൾക്ക്, അതുമില്ല. ഇയാൾക്ക് പരീക്ഷിക്കാനുള്ളതൊക്കെ ഒന്നാമൻ രണ്ടാമനിൽ പരീക്ഷിക്കും. ഇത് കഥ പറയാമെന്ന് വിചാരിക്കല്ലോ. ഞാൻ ഇങ്ങനെയൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, നീ ഒന്ന് നോക്ക്, ഒരു 2 മാസം നോക്ക്, ഇത് നമുക്ക് അറിയാതെ എങ്ങനെയാണെന്നുള്ളത്. 2 മാസം കഴിഞ്ഞ് ഇയാൾ റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് വേണ്ട, ഇനി വേറൊന്നാവാം. അപ്പോഴത്തേക്ക് ഇയാൾ വേറെ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വല്ല ഉപായവും ആണോ പറഞ്ഞു കൊടുക്കണത്? അപ്പോൾ പറയാണ്, ഞാൻ എൻ്റേതായിട്ടൊന്നും പറഞ്ഞു തരുമല്ല. അനാദി കാലമായി ആചാര്യശ്രേഷ്ഠന്മാർ ഗ്രഹിച്ച് ഇതിനെ തരണം ചെയ്തൊരു വഴിയുണ്ട്, ഒരു രാജപാതയുണ്ട്. ഇത് പ്രത്യേകം ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അന്ന് ഭഗവാൻ ഭാഷ്യകാരൻ, അന്ന് ശങ്കരാചാര്യർ എഴുതി വെച്ചു. ഇത് ഇന്ന് ഏറ്റവും പ്രസക്തമാണ്. കാരണം ഈ സംസാരക്ലേശം കൂടിയിരിക്കുക. അപ്പോൾ അത് കൂടുമല്ലോ, ഈ ചൂടും ഒക്കെ പുകയൊക്കെ കൂടിയിരിക്കുക പൊതുവെ സമൂഹത്തിലില്ലേ. ആർക്കും ഒരു ശാന്തി സമാധാനമുള്ളേ? പൈസ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷേ സമാധാനമില്ല, ശാന്തിയില്ല, ടെൻഷൻ, എവിടെയും പ്രശ്നം. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ചൂഷണം ചെയ്യുന്ന ആൾക്കാർ നിറഞ്ഞിരിക്കുക. പുതിയ 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 എന്തൊക്കെയാണ് വരണമെന്നറിയോ? ആ ധ്യാനം, ഈ ധ്യാനം, മറ്റേ ധ്യാനം, മറിച്ചേ ധ്യാനം എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയാ ഭഗവാനെ ഓരോ കൊല്ലം കഴിയുന്തോറും ഇറങ്ങണത്. ഒരു ദിവസം കൊണ്ട് മോക്ഷം, ഒരു മാസം കൊണ്ട് മോക്ഷം. ഇതില്ലേ, ആർക്കൊരു വിഷമം തോന്നരുതേ, നമ്മുടെ ഈ എന്താ പറയുക, ചില കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ട്രെയിൻ ചെയ്യുന്ന സെൻറ്റേഴ്സില്ലേ, അവൻ ആരെങ്കിലും അത് പാസ്സായവനാണോ ട്രെയിനിങ്ങിന് ഇരിക്കണത്? ആണോ? നിങ്ങളൊക്കെ ഞാൻ മെഡിക്കൽ പ്രൊഫഷണലാക്കി തരാമെന്ന് പറഞ്ഞ ട്രെയിനിങ് കൊടുക്കുന്ന ഒറ്റയൊന്ന് മെഡിക്കൽ പ്രൊഫഷണലാക്കി ആയവനാണോ? ആണെങ്കിൽ കാണിച്ചു തരൂ. ആണോ? അവനെ തോറ്റ് തൊപ്പിയിട്ടിട്ട്, പക്ഷേ ആ എക്സ്പീരിയൻസ് ഉണ്ടായി, ഒരുപാട് പഠിച്ച് പഠിപ്പിക്കാനുള്ള കഴിവുണ്ടായി. അത് നല്ലതാ. അതെ, അല്ലാച്ചാൽ നിങ്ങൾ പറഞ്ഞു തരൂ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ, കുമിള് പോലെ മുളച്ചിട്ട് കോഴിക്കോടൊക്കെ ഉണ്ട്. ഇത്ര ഫീസ് എന്നും പറഞ്ഞിട്ട്. സത്യസന്ധമായി ചോദിച്ചു നോക്കുക, അല്ല സാറ് ഇത് പരീക്ഷ ഇത് എഴുതിയിരുന്നില്ലേ? എഴുതിയിരുന്നു. എന്നിട്ട് കിട്ടിയിരുന്നോ? കിട്ടിയില്ല. എന്നിട്ട് ഞാൻ എന്താണ് അതിന് പേരുണ്ടല്ലോ, എന്താണ് രണ്ടാമതിരിക്കണത്? അത് തന്നെ, അത് ചെയ്തു. എന്നിട്ടോ മൂന്നാമതും അത് ചെയ്തു, പിന്നെയോ 4ാമതും ചെയ്തു. അങ്ങനെ 10 പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, എന്തൊക്കെയാണ് പോയിൻ്റ്. പെട്ടെന്ന് ഉത്തരം എഴുതാൻ കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. അതിനുള്ളൊരു സൂത്രം ഉണ്ടാക്കി, ആ സൂത്രം ഞാൻ പ്രയോഗിച്ചു, ആ സൂത്രത്തിൽ നീ പൊട്ടു, അത്രയേ ഉള്ളൂ. ഇതാണ് സംഭവിക്കുന്നത്. അല്ലേ? നോക്കിക്കോളൂ. ഇതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. പട്ടാളത്തിലേക്ക് ട്രെയിനിങ്, പട്ടാളത്തിൽ കിട്ടിയവനല്ല, കഷ്ടകാലത്തിന് കിട്ടിയ ഒരാളുടെ പേര് വെച്ചിട്ടുണ്ടാവും അവിടെ. അയാളത് അറിയാൻ കൂടി ഉണ്ടല്ലോ, അയാൾക്ക് എന്തെങ്കിലും ജില്ലാനം കിട്ടും, അത്രയേ ഉള്ളൂ. അയാളുടെ പേര് ഉപയോഗിക്കുന്നതിനൊരു ജില്ലാനം. എല്ലാം അങ്ങനെ തന്നെയാണ്. അതുപോലെ അല്ല പിന്നെ എങ്ങനെയാ? ഇതിനെ തരണം ചെയ്ത് കഴിഞ്ഞവരാ. തരണം ചെയ്ത് കഴിഞ്ഞവരാണ് കൃപ കൊണ്ട് ഉപദേശിക്കുന്നത്. തീർന്നാ സ്വയം ഭീമഭവാർണവെന്ന് നേരത്തെ പറഞ്ഞു. അത് തന്നെയാണ് പറയണത്. ഏനൈവ യാതാ യതയോസ്യ പാരം. യതയ നല്ലപോലെ നിയമിച്ച അന്ധകരണത്തോട് കൂടിയവർ അസ്യ പാരം ഇതിൻ്റെ മറുകരയ്ക്ക് ഏന യാതാഹ യാതൊരു വഴിയിലൂടെ തരണം ചെയ്ത് പോയിരിക്കുന്നുവോ തമേവ മാർഗം തവ നിർദ്ദിശാമി, ആ വഴിയെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അല്ലാണ്ട് ഞാനായിട്ട് പുതിയൊന്നും ഉണ്ടാക്കി പറയുകയല്ല. ഒരു പരീക്ഷണവും നിന്നിൽ ഞാൻ ചെയ്യണില്ല. പിന്നെ പോയാൽ എത്തുവോ എത്തില്ലേ എന്ന് സംശയിതമായൊരു വഴി ഞാൻ നിനക്ക് ഉപദേശിക്കണില്ല. പിന്നെ എന്താ പറയണത്? അനാദികാലമായി എത്രയോ യതീശ്വരന്മാർ ഈ സംസാരത്തിൻ്റെ മറുകരയ്ക്ക് പോയ വഴി അതെനിക്കറിയാം. ആ ഭാഷയിൽ ഉറപ്പുണ്ടേ, സംശയത്തിൻ്റെ കണികയില്ല. അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. പോരെ? തവ നിർദ്ദിശാമി, നിനക്കത് നിർദ്ദേശിച്ചു തരാം.
ഇവിടെയാണ് സനാതനധർമ്മത്തിൻ്റെ വൈദിക സംസ്കൃതിയുടെ ഏറ്റവും വലിയൊരു മഹിമ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ഗുരുനാഥനും സ്വാനുഭവത്തിൻ്റെ ദൃഢതയിൽ നിന്നാണ് ഉപദേശിക്കുന്നതെങ്കിലും അതിനൊക്കെയും പൂർവാചാര്യ സമ്മതിയെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ചതല്ല. ഞാൻ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ദൈവത്താൽ ചുമതലപ്പെടുത്തപ്പെട്ടവനാണ് എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അതെങ്ങനെയത്? അല്ല, ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞു എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഇതല്ല. ഇത് എത്രയോ മഹാപുരുഷന്മാർ സഞ്ചരിച്ച് വീതി കൂടിയ രാജപാതയാ. ഒന്നും ഭയപ്പെടാനില്ല. അതാണ് ഞാൻ നിനക്ക് നിർദ്ദേശിക്കാൻ പോകേണ്ടത്. അല്ലാണ്ട് ഞാനായിട്ടൊന്നും ഉണ്ടാക്കിയിട്ട് പറയുക. അല്ലാണ്ട് വ്യക്തിക്ക് ഒരു പ്രാധാന്യവും ഇല്ല. എന്നാൽ വ്യക്തിക്കേ പ്രാധാന്യമുള്ളൂ. രണ്ടും ഒന്നിച്ച് പറയണം. ആ വ്യക്തിയാണ് നോക്കൂ, നമ്മളിപ്പോൾ ഒരാൾ ഒരു യാഗം ചെയ്യാൻ പുറപ്പെടാച്ചുള്ളൂ. യാഗം എന്താ? ഇപ്പോൾ യാഗം സ്വർഗത്തിനുള്ള യാഗം ആയിക്കോട്ടെ, ഒരു സോമയാഗം ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അപ്പം എന്തിനാ സോമയാഗം ചെയ്യണേ? യജമാനന് സ്വർഗം കിട്ടാൻ ആണല്ലോ. അല്ലാന്ന് അഭിപ്രായം ഉണ്ടോ? അല്ല സ്വാമി, അത് നാടിൻ്റെ മുഴുവൻ ശാന്തിക്കും സമാധാനത്തിനുമാണ്. അതൊക്കെ ഡൊണേഷൻ കിട്ടാൻ വേണ്ടി പറയണതാ. യജമാനന് സ്വർഗമാണ് അതിൻ്റെ മുഖ്യഫലം. സ്വർഗകാമോ യജേത. ഇപ്പം ഞാനിവിടുന്ന് പറയുകയാണ് നിങ്ങളോട്, നിങ്ങളെല്ലാം എനിക്ക് ഒരു എത്ര പേരാണല്ലോ ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ നല്ലൊരു സോമയാഗം നടത്തണം വെച്ചാൽ നിങ്ങളെല്ലാവരും എനിക്കൊരു 10 ലക്ഷം ഉറുപ്പിക തരണം. ഓരോരുത്തരും 10 ലക്ഷം രൂപ എനിക്ക് തരണം. എന്തിനാ സ്വാമി? എനിക്ക് സ്വർഗത്ത് പോകാനാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും തരുമോ? വേറെ പണിയില്ലേ, പൊയ്ക്കോളി സ്വാമി നിങ്ങളവിടെ. നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ ഞങ്ങൾ 10 ലക്ഷം ഉറുപ്പിക തരുവേ. അപ്പം ഞാനെന്ത് ചെയ്യും? ലോക സമാധാനത്തിനാണ്, ശാന്തിക്കാണ്, ഭാരതം തന്നെ നേരെയാവും എന്നൊക്കെ ഞാൻ പറയും. അപ്പോൾ നിങ്ങളൊക്കെ തരും. അതെ, സംശയമില്ല. അല്ലെങ്കിൽ അതിരാത്രം യജമാനൻ്റെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പുത്രകാമേഷ്ടി, അത് യജമാനന് സന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് എല്ലാവർക്കും സന്താനം ഉണ്ടാവാനല്ല. ചിലത്തെ വിചാരം അതിൽ ചില്ലാനം പോയി അടച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ സന്താനം ഉണ്ടാകുന്ന. ഇത് പറയുമ്പോൾ ചിലർക്ക് ഒരു വസ്തു അറിയാണ്ട് ചിലർ ചോദിക്കും, അപ്പോൾ ഋഷ്യശൃംഗൻ പുത്രകാമേഷ്ടി ചെയ്തിട്ട് എങ്ങനെയാണ് ദശരഥന് കുട്ടി ഉണ്ടായതെന്ന്? എടോ, ഋഷ്യശൃംഗ യജമാനനല്ല, അയാൾ കർമ്മിയാണ്. യജമാനാരാ? ദശരഥനാണ്. ദശരഥൻ്റെ പത്നിമാർക്കേ ഉണ്ടായിട്ടുള്ളൂ. ശ്രദ്ധിക്കുക. അപ്പോൾ സകാമങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഒരാൾ വിശ്വസിച്ചിട്ട് ചെയ്യാൻ പുറപ്പെട്ടു. അപ്പോൾ എന്താണ്? ഇത് ചെയ്താൽ സ്വർഗം കിട്ടും ഇല്ലേ? അവിടെ നമുക്ക് എന്താണ് പ്രമാണം പറയുക? അവിടെ എന്താണ് നമുക്ക് പ്രമാണം? ഒന്ന്, അതിരാത്രം ചെയ്താൽ സ്വർഗം കിട്ടും എന്ന വേദവാക്യമാണ് നമുക്ക് പ്രമാണം. തീർച്ചയായിട്ടും വേദത്തെ വിശ്വസിക്കണം. വേദമാണ് പരമപ്രമാണം, സമ്മതിച്ചു. അവിടെ വിശ്വാസം മാത്രമാണ്, വേറൊന്നുമില്ല. വേറൊന്നുമില്ല. എന്നാൽ വേദാന്തോപദേശത്തിൽ വേദാന്തമാണ് പ്രമാണം. എന്നാൽ വേദാന്തത്തിനും പ്രമാണഭൂതനുണ്ട്. മനസ്സിലായില്ല പലർക്കും. വേദാന്തമാണ് പരമപ്രമാണം, എന്നാൽ വേദാന്തത്തിനും പ്രമാണമുണ്ട് എന്ന് പറഞ്ഞാൽ വേദാന്തത്തിലും ഞാൻ വിശ്വസിച്ച് ശ്രദ്ധയെ അർപ്പിക്കുന്നതിന് കാരണമായ മറ്റൊന്നുണ്ട്. അതെന്താ? ശടാ, അവിടെ പറഞ്ഞ ഫലം മരിച്ചു കഴിഞ്ഞിട്ടല്ല, ജീവിച്ചിരിക്കുമ്പോഴാണ്. അതിൽ സ്വയം വിരാജിക്കുന്ന ഒരു മഹാത്മാവിനെ ഞാൻ കാണുന്നു. അതാണ് എനിക്ക് പ്രമാണം. നോക്കൂ, ആശ്രമത്തിൽ ഒരിക്കൽ ഒരു അന്തര്യോഗ സമയത്ത് വന്ന ഒരു സന്യാസി ശ്രേഷ്ഠനോട് അവിടെ കൂടിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ചോദിച്ചു,
സ്വാമിജി എന്താണ് സന്യസിക്കാൻ കാരണം? ലളിതമായ ചോദ്യമാണ്. വളരെ ലളിതമായ ഉത്തരം സ്വാമിജി കൊടുത്തു. ഗുരുനാഥനെ കണ്ടുകൊണ്ടാണ്. വേറൊന്നും പറയില്ല. ഞാൻ മുമുക്ഷുവായിട്ടാണ്, മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സമാധി ഷട്കലസിതനായിട്ട് അങ്ങനെ അന്വേഷിച്ച് പോയിട്ടാണെന്നൊന്നും പറഞ്ഞില്ല. ഗുരുനാഥനെ കണ്ടു, ഞാൻ സന്യാസിയായി. ഇത്രയേ ഉള്ളൂ. എന്തൊരു ഋജുവായ ഉത്തരം നോക്കൂ. ആ കാലത്ത് വലിയ ശമ്പളം വാങ്ങുന്നൊരു ജോലിയായിരുന്നു ആ കാലഘട്ടത്തിൽ. അത് പിന്നെ ആവാലോ. ഭൗതികരീത്യാ നോക്കിയാൽ കല്യാണം കഴിക്കേണ്ട പ്രായമായി തുടങ്ങുക. അത് ഏത് ജന്മത്തിലും ആവാലോ, ഏത് ജന്മത്തിലും ആവാലോ. കല്യാണം വേണ്ടാന്നൊന്നുമില്ല, പണം വേണ്ടാന്നൊന്നുമില്ല, അതൊക്കെ ഏത് ജന്മത്തിലും ഉണ്ടായിക്കൂടെ. പക്ഷെ ഇത് പിന്നെ കിട്ടിയില്ലെങ്കിലോ, ഈ ഗുരുനാഥനെ പിന്നെ കിട്ടിയില്ലെങ്കിലോ? ഇതിപ്പോൾ കിട്ടിയല്ലോ, ഇത് നാളെ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഈ വിദ്യാഭ്യാസം എൻ്റെ അടുത്തുള്ള സ്ഥിതിക്ക്, ഇത്രയും വലിയ വിദ്യാഭ്യാസ യോഗ്യത എൻ്റെ അടുത്തുള്ള സ്ഥിതിക്കും, ഇത്രയും നല്ല വർക്ക് എക്സ്പീരിയൻസ് ഉള്ള സ്ഥിതിക്കും എനിക്ക് ഈ ജോലി പിന്നെയും കിട്ടാം. ഇത്ര നല്ല ഒരു ശരീരവും ബലവും സൗന്ദര്യവും യോഗ്യതകളൊക്കെ ഉള്ള സ്ഥിതിക്ക് നാളെ ഒരു പെണ്ണിനെ കിട്ടാം, കിട്ടിക്കൂടാന്നൊന്നുമില്ല. പക്ഷെ ഇത് നാളെ കിട്ടുമോ? ഇതിപ്പോൾ ഇന്ന് കിട്ടിയില്ലേ? ഗുരുനാഥൻ ഇന്ന് കിട്ടിയല്ലോ, നാളെ കിട്ടുന്നല്ലോ ഉറപ്പുണ്ടോ? അതുകൊണ്ട് ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഞാൻ പോയി ഗുരുനാഥനെ ഒന്നിച്ച് കൂടി ജോലി റിസൈൻ ചെയ്തു. ജോലി റിസൈൻ ചെയ്തപ്പോൾ ഒരു തോന്നൽ എന്താണ്, സർട്ടിഫിക്കറ്റൊക്കെ വെച്ചാൽ നാളെ വേറെ വല്ലതും തോന്നിയാലോ, അതൊക്കെ തീയിലിടുകയും ചെയ്തു. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വളരെ പ്ലെയിനായിട്ടുള്ള മറുപടിയാണ്. അതാണ് പറഞ്ഞത്, വേദാന്തം പരമപ്രമാണമാണെങ്കിൽ അതിനും പ്രമാണഭൂതന്മാരാണ് സ്വാനുഭൂതി സമ്പന്നന്മാരായ മഹാപുരുഷന്മാർ. യേനൈവ യാതാ യതയോസ്യ പാരം തമേവ മാർഗം തവ നിർദ്ദിശാമി. അതിനുള്ള മാർഗത്തെ ഞാൻ നിർദ്ദേശിക്കാം. എന്താ നിർദ്ദേശിക്കണത്? അതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അപ്പം ഇന്ന് ശ്രദ്ധിച്ചാൽ ശരിയാവില്ലല്ലോ, അല്ലേ? നമുക്ക് അടുത്ത പ്രാവശ്യം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം